മഹത്വപ്പെടുമാറാകട്ടെ. സ്നേഹം നിറഞ്ഞ ദൈവമക്കൾക്ക് ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ റോമാലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങളൊന്ന് ചെറുതായിട്ട് ചിന്തിപ്പാനായിട്ട് ഇടയായി. അതിൻ്റെ 16-ഉം 17-ഉം വാക്യം എന്നുള്ളത് റോമാലേഖനത്തിൻ്റെ 16 അധ്യായങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഈ 2 വാക്യങ്ങളിൽ സംഗ്രഹിച്ചിട്ടുണ്ട്. റോമാലേഖനത്തിൻ്റെ 1-ാം അധ്യായം 16-ഉം 17-ഉം വാക്യങ്ങൾ ഞാനിന്ന് വായിക്കുകയാണ്. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തി ആകുന്നുവല്ലോ. അതിൽ സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായി കൊണ്ടും വെളിപ്പെടും. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇത് ഒരിക്കൽ ഒരു പാസ്റ്റർ പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. താൻ പറഞ്ഞ എത്രയും വേഗത്തിൽ നിങ്ങളെ പഠിപ്പിക്കുക. അവിടെ ട്രാൻസ്ഫറായിട്ട് വന്നതാണ്, വിദേശ രാജ്യത്താണ് നടന്നൊരു സംഭവം. അവസാനം അദ്ദേഹം പഠിപ്പിച്ച് വന്നപ്പോഴത്തേക്ക് 1 വർഷമായിട്ട് റോമാലേഖനം തീർന്നില്ല. തീരാതെ വന്നപ്പോൾ അടുത്ത വർഷം പഠിപ്പിച്ചു. പക്ഷേ അദ്ദേഹത്തിന് ട്രാൻസ്ഫർ കൊടുക്കാൻ പറ്റത്തില്ല. വിശ്വാസികൾ പറഞ്ഞു, ഞങ്ങൾക്ക് റോമാലേഖനം നന്നായിട്ട് പഠിക്കണം, അതുകൊണ്ട് ദയവായിട്ട് പാസ്റ്റർക്ക് ട്രാൻസ്ഫർ കൊടുക്കരുത് എന്ന് പറഞ്ഞു. അദ്ദേഹം 13 വർഷം റോമാലേഖനം പഠിപ്പിച്ചു. 13 വർഷം. ഒടുക്കം റോമാലേഖനം തീരുന്നില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്ക് പാസ്റ്റർ പറഞ്ഞു, ഇനി എനിക്ക് മറ്റൊരു ദേശത്ത് പോയി സുവിശേഷ വേല ചെയ്യണം, ഞാൻ അവിടെ ബാക്കിയുള്ളത് പഠിപ്പിച്ചോളാം എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. റോമാലേഖനം നമ്മളൊന്ന് നന്നായിട്ട് വായിക്കുകയാണെങ്കിൽ നമ്മളുടെ ആത്മീയ ജീവിതം വലിയ അഭിവൃദ്ധിപ്പെടുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായത്. അതുകൊണ്ട് ഞാൻ എൻ്റെ സഹോദരങ്ങളോട് പറയാം, നിങ്ങൾ സുവിശേഷങ്ങൾ നിർബന്ധമായിട്ട് വായിക്കണം. നിങ്ങൾ അതുപോലെ തന്നെ വിധിപ്രഭാഷണം, കർത്താവ് പറഞ്ഞ മത്തായി 5 മുതൽ 7 വരെയുള്ള പൂർണ്ണമായ ഭാഗങ്ങൾ ബൈഹാർട്ടാക്കാൻ കഴിയുന്നത് ശ്രമിക്കണം. പിന്നെ റോമാലേഖനം ഏറ്റവും അധികം പ്രാവശ്യം വായിക്കണം. നിങ്ങൾക്കത് ആത്മീയ വളർച്ചയ്ക്ക് കാരണമായി തീരും. ഇവിടെ ഇന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ സുവിശേഷം കൊണ്ടുവരുന്നത് അത്ഭുതങ്ങളല്ലെന്ന് പറഞ്ഞു. സുവിശേഷം ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു. സുവിശേഷം എന്ന് പറയുന്നത് ദാവീദിന്റെ സന്തതിയെ ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുവിനെ ഓർക്കുന്നതാണ് സുവിശേഷം. ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധമാണ് സുവിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ സുവിശേഷം കൊണ്ടുവരുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും രോഗശാന്തിയും സാമ്പത്തിക സമൃദ്ധിയൊന്നുമല്ല. സുവിശേഷം കൊണ്ടുവരുന്നത് ദൈവത്തിൻ്റെ നീതിയാണ്. ആ നീതി എന്താണെന്ന് വേദപുസ്തകത്തിൽ റോമാലേഖനം പഠിപ്പിക്കുന്നത് നീതീകരണമാണ് റോമാലേഖനത്തിൻ്റെ വിഷയം. നീതീകരണത്തിൻ്റെ ആവശ്യം എന്താണെന്നാണ് തുടർന്ന് നമ്മൾ വായിക്കുന്നത്. റോമാലേഖനത്തിൻ്റെ 1:18 മുതൽ എന്തുകൊണ്ടാണ് നമുക്ക് നീതി ആവശ്യമായിരിക്കുന്നത്, ദൈവനീതിയുടെ ആവശ്യം എന്താ? ഹല്ലേലൂയ. നിശ്ചയമായിട്ട് ഞാൻ ചിന്തിക്കുന്നു, ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാണെങ്കിൽ നമ്മുടെ ചർച്ചിനകത്ത് ഒരു മനസ്സും ഐക്യതയും സ്നേഹവും വർദ്ധിക്കും. എൻ്റെ ആഗ്രഹം നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ശുശ്രൂഷയ്ക്ക് നിന്ന് ശുശ്രൂഷ ചെയ്യണമെന്ന്. കർത്താവിൻ്റെ ദാസൻ സുനിലിനെ ദൈവം ശക്തമായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവം ഉപയോഗിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ ഓർത്തിയ ദൈവത്തിന് സ്തോത്രം.
ഒരു പരിധിവരെ പറഞ്ഞെന്നാൽ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് ഒരു വേദനിപ്പിച്ചിരുന്ന നാളുകൾ സുനിലിൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭാഗത്ത് ഞാൻ ഒരുപാട് കുറ്റങ്ങളും കുറവുകളും തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അവനെ ഞാനിപ്പം എൻ്റെ ഉള്ളിൽ ദൈവാത്മാ സംസാരിക്കുന്നത് ഈ കുറ്റവും കുറവുള്ളവരൊക്കെ മാനസാന്തരപ്പെടും. കുറ്റവും കുറവും തെറ്റും കുറ്റങ്ങളൊക്കെ ഉള്ളവർ മാനസാന്തരപ്പെടും. അല്ലാത്തവർക്ക് മാനസാന്തരത്തിൻ്റെ ആവശ്യമില്ല. അപ്പം എൻ്റെ ജീവിതത്തിൽ എന്നെപ്പോലെ ഭാവിയായിരിക്കുന്നൊരു മനുഷ്യൻ സത്യത്തിൽ ഞാൻ ആലപ്പുഴയിലേക്ക് കേരളത്തിൽ കണ്ടിട്ടില്ല. ഉച്ചയ്ക്കണ്ട പകല സത്യത ഹല്ലേലൂയ. പാപിയെ രക്ഷിക്കും, നീതിമാൻ ശിക്ഷിക്കപ്പെടും. അതാണ് ഈ റോമാലേഖനം പറയുന്നത്. വേണ്ടാത്തവനെ കർത്താവ് മുന്നോട്ട് കൊണ്ടുവരും, തള്ളിക്കളഞ്ഞവനെ ദൈവം ഉയർത്തും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം എപ്പോഴും ഈ റോമാലേഖനത്തിൻ്റെ ഒരു ചെറിയ ചിന്തയിലൂടെ നമുക്ക് വരുവാൻ ആഗ്രഹമുണ്ട്. ഞാൻ ഓർപ്പിക്കട്ടെ, അടുത്ത ആഴ്ച മുതൽ ഇവിടുത്തെ ഏറ്റവും വലിയ പാപി ഞാനാണെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് ദളശുശ്രൂഷ. ഈ ചർച്ചിനകത്തെ ഏറ്റവും വലിയ പാപി വിശുദ്ധ പൗലോസ്ലിയ പറയുന്ന അതാ. നമുക്ക് പാവമില്ലല്ലോ, നമുക്ക് തെറ്റുമല്ലോ ഉണ്ടോ, കുറ്റമല്ലോ ഉണ്ടോ, ദൈവത്തിന് നിന്നെ ഒന്നും പ്രയോജനപ്പെടുത്താൻ പറ്റത്തില്ല. നീ സ്വയം നീതിക്കകത്തായി പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കട്ടെ, ദൈവത്തിന് പ്രയോജനപ്പെടണം. നമ്മൾ അതിനെന്ത് ചെയ്യണം? കൊമ്പ് മുന്തിരി വള്ളിയിൽ വസിക്കണം. പറയാൻ എളുപ്പ. ഇപ്പം നമ്മുടെ വേര് ഭൂമിയിലേക്ക് തന്നെ ഇറക്കി വെച്ചിരിക്കുക. തന്നെത്താൻ ഭൂമിയിലേക്ക് വേരിറക്കി. ഇപ്പം കായ്ക്കുന്നത് ആ മുന്തിരിവള്ളിയുടെ ഫലമല്ല, സ്വയത്തിൽ നിന്നുള്ള ഫലമാണ്. മുന്തിരിങ്ങ ഉണ്ട് കേട്ടോ, മുന്തിരിവള്ളി ആയതുകൊണ്ട് മുന്തിരിങ്ങ ഉണ്ട്, പക്ഷെ അത് സ്വയത്തിൽ നിന്നുണ്ടായതാണ്. കുടിച്ചിട്ട് വായിക്കാൻ പറ്റത്തില്ല. മറ്റുള്ളവർക്ക് പുളിപ്പിക്കും, ദുരുപദേശങ്ങൾ കൊണ്ട് പുളിപ്പിക്കും. ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് ശുശ്രൂഷകൾ ചെയ്യാൻ കർത്താവ് സഹായിച്ചു. അനേകരെ കർത്താവിൽ സ്നേഹിക്കാനും ഉറപ്പിക്കാനും ഒക്കെ കർത്താവിനെ സഹായിച്ചു. ഞാൻ വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞെന്നാൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് വചനം പഠിപ്പിക്കാനോ സ്നേഹിക്കാനോ ഒക്കെ ഞാൻ തയ്യാറാകട്ടോ. നിങ്ങളൊന്ന് വിളിച്ചാൽ മാത്രം. വിളി അല്ല, നിങ്ങൾ ആഗ്രഹിച്ചാൽ മതി, വിളിക്കണ്ട. ആഗ്രഹിച്ചാൽ ദൈവദാസൻ അവിടെ എത്തി. എത്രയോ അനുഭവങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്തു. അപ്പോൾ വളരെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട ഒരു ദൈവത്തിൻ്റെ ദാസൻ. ദൈവരാജ്യം പ്രസംഗം എന്നൊക്കെ പറഞ്ഞാൽ വചനത്തിൻ്റെ വെളിപ്പാടുകൾ പറയുന്ന, വചനം ഹൃദയത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന പ്രയോജനപ്പെട്ട ദൈവദാസൻ. അദ്ദേഹത്തോട് കർത്താവ് അദ്ദേഹത്തോട് പാസ്റ്ററെ, കർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ അംബാനിയാക്കാൻ പോവുകയാണ്. ഞാൻ നിന്നെ അംബാനിയാക്കാൻ. എൻ്റെ ഉള്ളിലേക്ക് ഒരു ദൈവ ഭയമുണ്ടായി. ഞാൻ അദ്ദേഹത്തെ ശരിക്കും ദൈവ ആത്മാവിനെ അനുഭവിക്കും. ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം. വചനത്തിന് മുമ്പിൽ നിങ്ങൾക്ക് കളിക്കണമെങ്കിൽ നിങ്ങൾക്ക് അപ്പുറത്ത് പോയി കളിക്കണം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്നെ ഇഷ്ടമില്ലെന്ന് എനിക്കറിയാം, പക്ഷേ പിന്നെ എന്തെങ്കിലും അനാസ്ഥയോടെ ഇവിടെ ഇരിക്കണമെങ്കിൽ നിങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകാം. ഇവിടെ ഇരുന്ന് കൊണ്ടത് ചെയ്യണം. വചനത്തിന് മുമ്പിൽ ശ്രദ്ധിക്കണം. അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു ദുരാത്മാവ് വന്നിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ അംബാനിയെ പോലെ ആക്കും. ഞാൻ പറഞ്ഞു, പാസ്റ്ററേ, ഇത് പരിശുദ്ധാത്മാവ് പറഞ്ഞതല്ല. ഞങ്ങളെ പിന്നെ വചനം ഒന്ന് ശ്രദ്ധിക്കും. അംബാനിയെ പോലാക്കുന്ന സുവിശേഷമല്ല ഇത്. അദ്ദേഹം പറഞ്ഞു, എന്നെ അംബാനിയെ പോലാക്കുമെന്ന് ദൈവം പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ദൈവമല്ല, അച്ഛൻ്റെ പ്രാണനിൽ കൂടെ സംസാരിച്ചതാണ്, ആത്മാവിനല്ല സംസാരിച്ചത്. അച്ഛൻ്റെ മോഹം കൊണ്ട് സംഭവിച്ചതാണത്. മോഹം ഗർഭം ധരിച്ചാൽ പാപത്തെ, പാപം മുഴുത്താൽ മരണത്തെ ഉളവാക്കും. അപ്പൊ മോഹം ഗർഭം ധരിച്ചു. എന്താണ്? അദ്ദേഹത്തിന് പല പല ആവശ്യങ്ങൾ. അദ്ദേഹത്തിൻ്റെ സ്വന്തം ആവശ്യമൊന്നുമല്ല കേട്ടോ, അദ്ദേഹത്തിൻ്റെ സ്വന്തം ആവശ്യമൊന്നുമല്ല. പല പല ആവശ്യങ്ങൾക്ക് പണം കൊടുക്കണം. അദ്ദേഹം പ്രാർത്ഥിച്ച് കിടന്നപ്പോൾ അദ്ദേഹത്തോട് ദുഷ്ടൻ വന്നു, അടുത്തു വന്നു. എന്താണ്? മോഹം. മോഹം ഒരാളുടെ ഉള്ളിൽ
കുടി കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവനെ വിട്ട് സാത്താൻ പോകത്തില്ല. ഇവിടെ ഈ ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹത്തെ അംബാനിയെ പോലെയാക്കും. പിന്നെ അതിനെ ശ്വാസിച്ച് പൽസിച്ച് പുറത്തുവിട്ട് അദ്ദേഹത്തെ യേശുവിനെ പോലെയാക്കാൻ ഉപദേശം കൊടുത്ത് അദ്ദേഹത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിനെ നൽകുവാനായിട്ട് പ്രാർത്ഥിച്ചു. ഹലോ, അംബാനിയെ പോലെ ആകാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? പോട്ടെ, അപ്പച്ചൻകുട്ടി പാസ്റ്ററെ പോലെ ആകാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? പൗലോസിനെ പോലെ ആകാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? വചനവിരുദ്ധവാദം. നിങ്ങൾക്ക് അപ്പച്ചൻകുട്ടി പാസ്റ്ററെ പോലെ ആകാനല്ല വിളി, പൗലോസിനെ പോലെ ആകാനല്ല വിളി. നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്നും ദൈവം അയച്ചതിൻ്റെ പുത്രനായ യേശുവിൻ്റെ അതേ സ്വഭാവത്തോട് അനുരൂപരായി തീരാനാണ് വിളി. അതുകൊണ്ട് ദയവായിട്ട് എന്നെ ആരും എൻ്റെ ശിഷ്യന്മാരാകരുത്. കർത്താവിൻ്റെ ശിഷ്യന്മാരായിട്ട് നമ്മൾ മാറണം. ദൈവം സഹായിക്കട്ടെ. അപ്പൊ സുവിശേഷത്തിൽ ദൈവം വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ നീതിയാണ്. ദൈവത്തിൻ്റെ നീതി എന്താണെന്ന് നമ്മളെ കർത്താവ് ഒന്ന് ബോധ്യപ്പെടുത്തുകയാണ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ നീതി എങ്ങനെ വെളിപ്പെടുന്നത്? കഴിഞ്ഞ പറഞ്ഞ എങ്ങനെ? വിശ്വാസം ഹേതുവായിട്ടാണ് ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുന്നത്. അതിൽ സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുന്നു. എങ്ങനെ വെളിപ്പെടും? വിശ്വാസം. ഇന്ന് എന്താ സംഭവം? പ്രവർത്തികളാൽ നീതീകരിക്കപ്പെടാനുള്ള ഒരു തത്രപ്പാട്. പ്രവർത്തികൾ കൊണ്ട് യേശു എൻ്റെ രക്ഷകനെന്നും കർത്താവെന്നും ഞാൻ വിശ്വസിച്ചു. ഓക്കെ, കർത്താവ് വചനത്തിൽ പറയുന്നു സ്നാനപ്പെടണമെന്ന് ഞാൻ സ്നാനപ്പെട്ടു. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, അന്യഭാഷ പ്രാപിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു. ദൈവദാസന്മാർ പറഞ്ഞു ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഞാൻ ആർക്കും ഉപദ്രവം ചെയ്യരുതെന്ന് ബൈബിൾ പറയുന്നു, ഞാൻ ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ നീതിമാൻ. ഹലോ, നിങ്ങളിൽ ഓരോരുത്തരുടെ നീതി എന്താ? ഞങ്ങൾ ആരെ ഉപദ്രവിക്കുന്നില്ല പാസ്റ്ററെ. ആർക്കും ഉപകാരമൊന്നും ചെയ്തില്ലെങ്കിലും ഉപദ്രവമൊന്നും ചെയ്യത്തില്ല. അതാണ് നമ്മുടെ നീതീകരണം. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ട് നീതീകരിക്കപ്പെടാമെന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന നമ്മുടെ ഒരു ജഡമുണ്ട്, നമ്മുടെ ഒരു സ്വയമുണ്ട്. ഇതിനെയാണ് അപ്പോസ്തലനോട് വരച്ച് കാണിക്കുന്നത്. ഇത് ഞാൻ പിന്നെ റോമാലേഖനം നിങ്ങളെ ഒന്ന് പഠിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അത്രയും ഇപ്പം ആവശ്യമില്ല. പല പല വിഷയങ്ങൾ മനസ്സിലാക്കി തരാം. റോമാലേഖനത്തിൻ്റെ 18-ാം അധ്യായം മുതൽ മനുഷ്യൻ പാപിയാണെന്നാണ് പറയുന്നത്. സകല മനുഷ്യരും പാപികളാണ് അവിടെ പറഞ്ഞു വരുന്നത്. മക്കളെ ഒന്ന് ശ്രദ്ധിക്കണേ. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന സകല മനുഷ്യരുടെയും അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്നും വെളിപ്പെടുന്നു. ഒന്ന് സ്വർഗത്തിലേക്ക് നോക്കിയാൽ ദൈവത്തിൻ്റെ കോപം, ന്യായവിധി. എന്താണ് ദൈവത്തിൻ്റെ കോപം എന്ന് പറയുമ്പോൾ? തെറ്റിദ്ധരിക്കണം. ന്യായമായ വിധിയാണ് പറഞ്ഞത്. ഞാൻ അതിന് യോഗ്യനാണ്. കുറ്റം ചെയ്തതിൻ്റെ ശിക്ഷ, ഞാൻ ചെയ്തതിൻ്റെ ശിക്ഷ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. അത് വരുന്നു. എന്താണ്? ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്നും വെളിപ്പെടും. എന്നിട്ട് പറയാം, അവർക്ക് ദൈവത്തെക്കുറിച്ച് അറിയാം. നമുക്കെല്ലാവർക്കും യേശു ആരാണെന്ന് പാസ്റ്റർ ഞങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾക്കറിയാം സുവിശേഷം എന്താണെന്നൊക്കെ ഞങ്ങൾക്കറിയാം. ദൈവത്തെക്കുറിച്ച് അറിയാവുന്നതെല്ലാം ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അവൻ്റെ നിത്യശക്തി, അവൻ സർവശക്തനാണ്. അവൻ്റെ ദിവ്യത്വം, അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു. എല്ലാ മനുഷ്യർക്കും, ഞാൻ ഇവിടെ പറയുന്നത് എല്ലാ മനുഷ്യർക്കും ദൈവം മനുഷ്യൻ്റെ ബുദ്ധി കൊടുത്തപ്പോൾ അവൻ്റെ ആ പ്രാണനിൽ ദൈവത്തിൻ്റെ നിത്യശക്തി എന്താണെന്നും ദൈവത്തിൻ്റെ ദിവ്യത്വം എന്താണെന്നും ദൈവത്തിൻ്റെതായിരിക്കുന്ന പരിജ്ഞാനം എന്താണെന്നൊക്കെ എല്ലാ മനുഷ്യർക്കും അറിയാം. എല്ലാം വെളിപ്പെടുത്തി കൊടുത്തിട്ടും എന്നിട്ട് പറയാണ് അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിനാണ്. അയ്യോ എനിക്കത് അറിയത്തില്ലായിരുന്നു എന്ന് പറയരുത്. ഞാൻ കർത്താവിനോട് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, കർത്താവേ എനിക്കറിവില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇന്ന പാപങ്ങൾ ചെയ്തു പോയി. കർത്താവ് എന്നോട് പറഞ്ഞത്
നിന്റെ അറിവില്ലായ്മ കൊണ്ടല്ല, നിന്റെ ബുദ്ധിക്ക് തന്നെ തെളിവായിട്ട് നിനക്കറിയാം. എൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ അകത്ത് വന്ന് നിനക്കത് ബോധ്യപ്പെടുത്തി തന്നു. പക്ഷേ അവിടെ നിനക്ക് നല്ലതെന്ന് തോന്നിയത് നീ ചെയ്തു. ഞാൻ എൻ്റെ അനുഭവം പറയുക, പാപം ചെയ്യുമ്പോഴൊക്കെ ഉണ്ടല്ലോ, തെറ്റ് സംഭവിക്കുമ്പോഴൊക്കെ ഞാൻ അതിനെ ദൈവം എനിക്ക് തന്ന വികാരമാണ്. എന്താണ്? എനിക്ക് ഒരാളോട് കോപവും ക്രോധവും ദേഷ്യവും ഒരുമിച്ച് വന്നു. കൊന്നില്ല, പക്ഷേ കൊലപാതകം നടന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ കൊലപാതകം നടന്നു. ക്രോധമുള്ളിൽ വെച്ചിരുന്ന നാളുകൾ എനിക്കുണ്ട്. ഇപ്പോൾ ഞാൻ ദേഷ്യത്തോടെ ചിലപ്പോൾ പറയാറുണ്ട്. ചില കാര്യങ്ങൾ പറയുമ്പോൾ ദേഷ്യമാണെന്ന് ഒരു ദേഷ്യം വരാം ഒരു പക്ഷേ ക്രോധം എൻ്റെ ഉള്ളിൽ നിന്ന് കർത്താവ് നീക്കിക്കളഞ്ഞതാണ്. ക്രോധത്തോടെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്നോട് കർത്താവ് പറഞ്ഞു, ഇപ്പോൾ നീ ദൈവസഭയിൽ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് നീ എന്നോട് കരഞ്ഞു പറയുന്നില്ലേ? എന്താണ്? എനിക്ക് വേറെ ലോകത്തിൽ ഇപ്പം ഞാനൊരു കാര്യം തുറന്നു പറയാം. എൻ്റെ സജന് കൊടുക്കാനുള്ള പൈസ കൊടുത്തത് കടഭാരങ്ങളെല്ലാം തീർത്ത്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു 100 രൂപ ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഇതുവരെ ഞാൻ ഞെരുക്കത്തിൽ ബുദ്ധിമുട്ടിലുമായി. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാം, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. അതുപോലത്തെ സമൃദ്ധി വന്നല്ല, എൻ്റെ ഇച്ചിരി ഞെരുങ്ങിയാണെങ്കിലൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനല്ല, ഞാനതുപോലെ ബാധ്യതയിലായി, മുഴുവൻ ബാധ്യതയും മാറ്റി. ഈ സുവിശേഷം എന്നെ കടക്കാരനാക്കുമെന്ന് പഠിപ്പിക്കുന്ന സുവിശേഷമല്ല, പക്ഷേ കടം വാങ്ങും. അതുകൊണ്ട് ആവശ്യങ്ങൾ വരത്തില്ലെന്നോ ബുദ്ധിമുട്ട് വരത്തില്ലെന്നോ ഞാൻ പറഞ്ഞില്ല. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, ധൈര്യമായിട്ട് ചോദിക്കാം. തീർച്ചയായിട്ടും എന്നെക്കൊണ്ട് ആവുന്നത്, അതുകൊണ്ട് തന്നില്ലെങ്കിൽ പിണങ്ങരുത്. കർത്താവ്, നിങ്ങളാരും അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരല്ല. അതോ ഉണ്ടെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞതാണ്, എൻ്റെ ബുദ്ധിമുട്ടും കർത്താവ് മാറ്റുന്നത്. രണ്ടാമത് കർത്താവിനോട് പറഞ്ഞത് ശത്രുക്കളെ ഉണ്ടാക്കുന്നത് ഞാനാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവ്, ഇവിടെ ശത്രുവിനെ സ്നേഹിക്കണ്ടേ നിനക്ക്? വേണം. ശത്രുവിനെ സ്നേഹിക്കണമെങ്കിൽ ശത്രു വേണ്ടേ? എനിക്ക് കർത്താവ്, ഞാൻ ഒരു മനുഷ്യനോടൊരു ഒരു ദ്വേഷമോ ഒരു വേദനയോ ഒരു ബുദ്ധിമുട്ടോ പറഞ്ഞിട്ടില്ലല്ലോ, പറയുന്നില്ലല്ലോ. നിനക്ക് ദൈവകൃപ ആവശ്യമാണോ? ഞാൻ പറഞ്ഞു, കർത്താവ്, എനിക്ക് കൃപ വേണം. അതിന് ശത്രുവിനെ സ്നേഹിക്കണമെങ്കിൽ കൃപ വേണം. നിനക്ക് ശത്രുവിൻ്റെ സ്നേഹമുണ്ടോ? ഞാൻ പറഞ്ഞു, കർത്താവ്, എനിക്ക് ആരോടും ഒരു സ്നേഹക്കുറവില്ല. നിനക്ക് ശത്രുവില്ലല്ലോ, പിന്നെ എങ്ങനെ നിനക്ക് ശത്രുവിനെ സ്നേഹിക്കാൻ പറ്റുന്നത്? ഹലോ, കർത്താവ് അപ്പം ശത്രുക്കളെ തരാൻ തുടങ്ങി. ഞാനായിട്ട് ശത്രുക്കളെ ഉണ്ടാക്കിയതല്ല, കർത്താവ് അനുവദിച്ച് ചില ശത്രുക്കളെ എനിക്ക് തരാൻ തുടങ്ങി. എന്തിനാണ്? എനിക്കവരെ സ്നേഹിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെയാണോ വേദപുസ്തകം പറയുന്നത്? ഒന്ന് കുഞ്ഞൊന്ന് വായിച്ചേ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 44, 45, 46 വാക്യങ്ങൾ വായിച്ചു. മത്തായി 5-ാം അധ്യായം, ഗിരിപ്രഭാഷണം. ഞാനും നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടത് തന്നെ. അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നല്ലോ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? സഹോദരന്മാരെ മാത്രം മന്ത്രം ചെയ്താൽ നിങ്ങൾ എന്ത് വിശേഷം ചെയ്യുന്നു? ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സർവ്വഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സർവ്വഗുണപൂർണരാകുകയും. ആർക്കെങ്കിലും വീട്ടിൽ ശത്രുക്കളുണ്ടോ? കർത്താവ് പറയുന്നറിയാവോ? ഞാനിവിടെ വന്നത് സമാധാനം ഉണ്ടാക്കാനാണെന്നും തെറ്റിദ്ധരിച്ചേക്കരുത്, അറിവില്ലായ്മ പറയരുത്. ഞാൻ വന്നത് ശത്രുക്കളെ ഉണ്ടാക്കാനാ, ഛിദ്രം വരുത്താനാ, യുദ്ധം വരുത്താനാ, വാള് തരാനാ. കർത്താവ് വാള് തരുമോ? കർത്താവ് ഛിദ്രം വരുത്തുമോ? അതോ കർത്താവ് സമാധാനത്തിന്റെ പ്രഭുവല്ലേ? നിന്നെ ഈ വിശ്വാസത്തിന്റെ നീതി പ്രാപിച്ചാൽ, നീതീകരിക്കപ്പെട്ടാൽ, പിന്നെ അടുത്ത പ്രോസസ് അറിയാവോ? നീതീകരണം എന്ന് പറഞ്ഞത്, രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞത്, വീണ്ടും ചെല്ലുന്നത് ജസ്റ്റ്
എ മൂവ്മെന്റ്, ഒരു പ്രത്യേക നിമിഷത്തിൽ സംഭവിച്ചതാണ്. നീതീകരണം, രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിൽ വീണ്ടെടുക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ടെന്ന് പറയുന്നത് ഒറ്റ നിമിഷം കൊണ്ട് സംഭവിക്കുന്നത്. പക്ഷേ ശുദ്ധീകരണം എന്ന് പറയുന്ന പ്രോസസ് ഉണ്ടല്ലോ, ലൈഫ് ലോക ജീവിതകാലം മുഴുവനും. എങ്ങനെ ഒരാൾ നീതി രക്ഷിക്കപ്പെട്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അവന്റെ ശുദ്ധീകരണത്തിന്റെ പ്രക്രിയ. വചനം കേൾക്കുന്നവരൊക്കെ അറിയാം. വചനത്താലാണ് ശുദ്ധീകരണം. വചനം ചെത്തും. ഈ പാഷ കുത്താണ് അതിനാണ് എന്നെ ആക്കിയിരിക്കുന്നത്. വാളും തന്നെ നിർത്തിയിരിക്കുന്നത്. ഇത് കണ്ടില്ലേ വാള്? ഇത് ഇരുവായുത്തലുള്ള വാളാ. കീറി മുറിച്ച് പ്രാണനെ വരെ മുറിക്കും. ഹല്ലേലൂയ. അതിനാണ് ഒരു ദൈവദാസനെ ഇവിടെ ദൈവം നിർത്തുന്നത്. അല്ലാണ്ട് കുറ്റാനെ തലോടാനല്ല, എട്ടി കഷ്ണം തിരിക്കും. അതാണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത. ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ തലോടുന്ന സ്ഥലത്ത് പോയി കേട്ടോണം. ഇവിടെ ദൈവവചനമാണ് പ്രസംഗിക്കുന്നത്. ഇത് ശുദ്ധീകരണത്തിന്റെ വചനമാണിത്. ഇതിനെ ഓമ്പോറ്റിക്കുന്നതല്ല. ഇത് പ്രൈസ് ദി ലോർഡ്. തലോടുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ അത് കേട്ടോ, അതിനകത്ത് തലോടലുമുണ്ട്. ദൈവവചനം പറയുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടാൽ പിന്നെ തുടർന്ന് നടക്കേണ്ട പ്രത്യേകത എന്താണെന്നറിയാമോ? ശുദ്ധീകരണമാണ്. എന്താ ശുദ്ധീകരണം എന്ന് പറയുന്നത്? ഹല്ലേലൂയ. നമ്മളത് പറഞ്ഞ് നീതീകരണത്തെ കുറിച്ച് പറയാൻ പോവുക. അപ്പോൾ ഇത് കൊടുത്ത് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാം. നിന്നെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ദൈവം നിനക്കൊരു നല്ല അമ്മായിയമ്മയെ തന്നു. അമ്മായിയമ്മയ്ക്ക് വെള്ളം കൊടുക്കാതെ അമ്മായിയമ്മ ചത്തുപോയി. അവിടെ കൂടി ശുദ്ധീകരണം നടന്നില്ല. അതുകൊണ്ട് നിന്റെ ശുദ്ധീകരണം നടന്നില്ല. നിനക്കൊരു നാത്തൂനെ തന്നു. നാത്തൂനെ നീ ഓടിച്ചു. അവിടെ കൊണ്ട് ശുദ്ധീകരണം തീർന്നില്ല. നിന്നെ പണിയേണ്ട ചുമതല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെതാ. അവസാനം നല്ലൊരു പാസ്റ്ററെ തന്നു. ഇതിനാണ് നീ എന്നെ പറയുന്നത് തന്നെ. അപ്പോൾ എന്ത് ചെയ്തു? ഈ വിശുദ്ധ വചനം ഇവിടെ ശ്രദ്ധിക്കണേ. അതിനെ ശ്രദ്ധിക്കണം. ഇവിടെ ഇത് യൂട്യൂബിൽ പ്രസംഗം കേട്ടോ. അപ്പം നിങ്ങളത് ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് എങ്ങനെ? നിങ്ങൾക്ക് തന്നതെല്ലാം ദൈവം അനുവദിച്ചിട്ടാണ്. ദൈവം അനുവദിച്ച് തന്നതിനെ ശത്രുവായി കാണരുത്. ദൈവം അനുവദിച്ച് തന്നതിനെ ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് കാണണം. ഇവിടെ എന്താ ഇപ്പോൾ വായിച്ചത്? എന്താ വായിച്ചത്? ഇപ്പോൾ വായിച്ചത്, നിന്റെ സഹോദരനെ നീ സ്നേഹിച്ചാൽ. മറ്റുള്ളവരെക്കാൾ എന്ത് പ്രത്യേകത? കൂട്ടുകാരനെ സ്നേഹിച്ചാൽ എന്ത് പ്രത്യേകത? ഇവിടെ നിന്നെ ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കണം. നിന്റെ ശത്രുക്കളെ സ്നേഹിക്കണം. ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് കർത്താവ് പറഞ്ഞാൽ, പ്രിയ സഹോദരങ്ങളെ, ശത്രുക്കൾ വേണ്ടേ? കർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ നിനക്ക് സ്നേഹിക്കാൻ വേണ്ടി ചിലരെ നിന്നെ എതിർക്കാൻ വേണ്ടി ആക്കും. നിന്നെ ഉപദ്രവിക്കാൻ വേണ്ടി ഞാൻ ആക്കും. അതുകൊണ്ട് അവരോടുള്ള നിന്റെ സ്നേഹം എന്താണെന്ന് എന്നെ തെളിയിച്ച് കാണിക്കാൻ പറഞ്ഞു. അപ്പോഴാണ് എൻ്റെ ഉള്ളത്തിൽ അതിൽ ഭയങ്കരമായ സന്തോഷമുണ്ടായി. ശത്രുക്കളെ, നമ്മളെ മാനിക്കാത്തവരെ, ഇവിടെ ഇരിക്കുന്ന എൻ്റെ സഹോദരങ്ങളായി ഇവിടെ വന്നിരിക്കുന്ന മിക്കവരും ഞാനിടാ പൊട്ടാന്ന് വിളിച്ചിട്ടുള്ള കുഞ്ഞുങ്ങൾ. എൻ്റെ ഈ സഹോദരങ്ങളെ പലരെയും ഇവരെ വിളിച്ചിരിക്കുന്നത് മൊണ്ണ വിളിച്ചിട്ട് നടന്നിട്ടുള്ളത്. ഇന്ന് ആ മൊണ്ണകളെന്നെ ഞാൻ വിളിച്ചവരെന്നെ മൊണ്ണയെന്ന് വിളിക്കുന്നു. അത് ദൈവം അനുവദിക്കുന്ന. അപ്പം എന്താണ് എൻ്റെ കാരണം? അത് എൻ്റെ എന്ത് ചെയ്തു? യൗവനത്തിലായിരുന്ന സമയത്താണ് കേട്ടോ. അന്ന് ഈ അനുഭവത്തിൽ ഞാൻ അതുപോലെ സ്നേഹിച്ചത്. എൻ്റെ കുഞ്ഞുങ്ങളെപ്പോലെ എൻ്റെ ചിറകിൻ്റെ കീഴിൽ നടത്തി. അവർക്കൊരു മുട്ടുസൂചി വേണമെങ്കിൽ എനിക്ക് അതിനകത്ത് പദ്ധതി ഉണ്ടായിരുന്നു. അവർക്കൊരു ബെഞ്ച് മേടിക്കണമെങ്കിൽ, ഒരു കസേര മേടിക്കണമെങ്കിൽ എൻ്റെ ആലോചന ഉണ്ടായിരുന്നു. അവർക്കൊരു ഫ്രിഡ്ജ് വേണമെങ്കിൽ എൻ്റെ ആലോചന. കാരണം ഞാൻ വിചാരിച്ചു, അങ്ങനെ നടന്നിട്ട് അവസാനം വന്നപ്പോഴത്തേക്ക് ഇതെല്ലാം നേരെ എതിരാക്കിക്കൊണ്ട് വന്ന് ഞാൻ വിചാരിച്ചു, സഭയെല്ലാം ഇപ്പം എനിക്ക് ഭയങ്കര വെളിപ്പാട്, ഇപ്പം എനിക്ക് ഭയങ്കര ദർശനം തന്നു, ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു ജീവിതം തന്നു, പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പെനിക്ക് തന്നു. ഞാൻ
വിചാരിച്ചു എല്ലാവരും അനുഗ്രഹിക്കപ്പെടും. കിടക്കുന്ന കട്ടിയും കയറും. പണ്ടത്തെ അതിൻ്റെ പിന്നത്തത് ആർക്കും ഇത് ദഹിക്കുന്നില്ല, ആർക്കും ഇത് സഹിക്കുന്നില്ല. എന്താ കാരണം? ദൈവം എന്നെ പണിയുന്നു എന്ന് ഞാൻ പറയുക. ദൈവം എന്നെയാണ് പണിയുന്നത്. എന്തിനാണ് പണിയുന്നത് ദൈവം? നിന്നെപ്പോലൊരാളെ എനിക്ക് സ്നേഹിതനായി തന്നതുകൊണ്ടാണ്, എനിക്ക് കൂട്ടുകാരനായി തന്നതുകൊണ്ടാണ്. നീയും നിന്റെ കുടുംബവും ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നിനക്ക് ചില ശത്രുക്കൾ വരും. അത് വീട്ടിൽ നിന്ന് വരും കേട്ടോ, അത് പറഞ്ഞില്ലേ, അത് നാട്ടിൽ നിന്ന് വരും, അയൽപക്കത്തു നിന്ന് വരും, അത് സഭയിൽ നിന്ന് വരും. എവിടെ നിന്ന് വന്നാലും ആ ശത്രുവിനെ നീ സ്നേഹിച്ചേ പറ്റൂ. ശത്രുക്കളെ സ്നേഹിക്കുന്നതാണ് സുവിശേഷം. ശത്രുവിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നതാണ് സുവിശേഷം. ഇതിൻ്റെ പേരാണ് ശുദ്ധീകരണം എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ഒരാൾക്ക് അല്ലാതെ ഈ സംഗതി പറ്റത്തില്ല. കർത്താവായ യേശുനാഥൻ നിങ്ങളുടെ ഉള്ളത്തിൽ വന്ന് താമസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശത്രുവിനെ സ്നേഹിക്കാൻ പറ്റും. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അനുഗ്രഹിക്കാനും പറ്റും. ഇപ്പൊ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് നീതീകരണമാണ്. രക്ഷിക്കപ്പെടുക, നീതീകരിക്കപ്പെട്ടാൽ ശുദ്ധീകരണത്തിൻ്റെ പ്രോസസ് ദൈവം നമുക്ക് തരുന്നതാണ്. അതിൽ ഞാൻ പറയുന്നത് ഇപ്പം നമ്മളെല്ലാവരും തമ്മിൽ സ്നേഹിക്കാൻ വല്ല കാര്യമുണ്ടോ? നമുക്ക് തമ്മിൽ സ്നേഹിക്കാൻ എനിക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവരാ, നിങ്ങൾക്ക് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവനാ. പക്ഷെ നിങ്ങൾ എന്നെ ഒരു ശത്രുവായി തീർന്നാലോ, നിങ്ങൾ എന്നെ ഉപദ്രവിക്കുന്നെന്ന് കണ്ടാലോ ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ വെറുക്കണോ? നിങ്ങളെ അധികം സ്നേഹിക്കണം. ഇതിനാണ് ശുദ്ധീകരണത്തിന് പരിശുദ്ധാത്മാവിനെ ദൈവം തന്നത്. അകത്ത് പരിശുദ്ധാത്മാവ് വന്ന് എന്തിനാണെന്നറിയാമോ? നമ്മുടെ അകത്ത് നിൽക്കുന്ന ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മിൽ വെളിപ്പെടേണ്ടതിനാണ്. ഇനി ഞാനിപ്പോൾ വായിച്ച വേദഭാഗത്തേക്ക് നിങ്ങളെ ഒന്ന് മടക്കിക്കൊണ്ടുവരാം. നിങ്ങൾക്ക് അറിയേണ്ടതെല്ലാം ദൈവം ഈ പുസ്തകത്തിനകത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അറിയേണ്ടതെല്ലാം ഈ പുസ്തകത്തിനകത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ഇതറിഞ്ഞിട്ടും അറിയാതെ പോയാൽ അത് ശിക്ഷയ്ക്ക് കാരണമാണ്. ഈ പുസ്തകത്തെ നിങ്ങൾ അറിയേണ്ടതുപോലെ അറിയണം. എങ്ങനെയാണ് അറിയേണ്ടതെന്നാണ് ഇവിടെ നമ്മൾ വായിച്ചു വന്നത്. ഞാൻ വായിച്ചു കേൾപ്പിക്കട്ടെ. അവർ ദൈവത്തെ അറിഞ്ഞു. ആരാ? നമ്മൾ. എന്നിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. നമ്മുടെ നിരൂപണം ഉണ്ടല്ലോ. ഹലോ, ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേരുടെ നിരൂപണം കർത്താവ് അറിയുന്നു. നിങ്ങളുടെ മനസ്സെന്താണെന്ന് ഹല്ലേലൂയ കർത്താവ് അറിയുന്നുണ്ട്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് കർത്താവ് അറിയുന്നുണ്ട്. നിരൂപണങ്ങൾ വ്യർത്ഥരായി തീർന്നു. അതിന്റെ തെളിവെന്താണ്? അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. വിവേകമില്ലാത്തത് കൊണ്ട് നിന്റെ ഹൃദയത്തിന് കാഠിന്യം വന്ന് ഭവിച്ചു. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. പേരെന്തുവാ? ഞങ്ങൾക്കെന്താ പാസ്റ്ററെ അറിവില്ലേ? ഞങ്ങൾക്കെന്താ പാസ്റ്ററെ വിവേകമില്ലേ? ഭയങ്കര ജ്ഞാനിയാ. കയ്യിരിപ്പ് മുഴുവൻ മൂഢത്തമാണ്. കയ്യിരിപ്പ് മുഴുവനും മൂഢന്റെ പ്രവൃത്തിയാ, ദൈവമില്ലാത്തവന്റെ പ്രവൃത്തി. പറയുന്നതോ ദൈവമേ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. എന്താണ് കാര്യം? ഒന്ന് പറഞ്ഞു തരാം. അക്ഷയനായ അനശ്വരനായ ദൈവത്തിൻ്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി. കണ്ടോ മനുഷ്യന്റെ മൂഢത? കണ്ടോ? അവൻ ദൈവത്തെ അറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് PhD കാരനാണ്, വലിയ ഉന്നത വിദ്യാഭ്യാസമാണ്. ദൈവത്തെ അറിയുന്നു എന്നും പറഞ്ഞും കൊണ്ട് അവർ ദൈവത്തിൻ്റെ പ്രതിമ ഉണ്ടാക്കാൻ തുടങ്ങി.
പിന്നെ പാസ്റ്റർ ഞങ്ങളാരും വിഗ്രഹാരാധികളൊന്നും അല്ല. സോറിയതല്ലോ. അവർ മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇടജാതി എന്നിവയുടെ രൂപസദൃശ്യമായി മാറ്റിക്കളഞ്ഞു. ഞാനിതൊന്ന് നിങ്ങളെ ഒന്ന് വിവരിച്ച് പറഞ്ഞിട്ട്, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കണം. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിച്ചില്ലെങ്കിൽ ദൈവം ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു കളയും. ഇപ്പം എന്താണ്, ചിലർക്ക് നികൃഷ്ട ബുദ്ധി കയറി വരും. എന്താ കാരണം അറിയാമോ? ഉചിതമല്ലാത്തത് ചെയ്യും. അവർക്ക് തന്നെ നല്ലതാണെന്നുള്ള തോന്നലാണ്. ഞാൻ ചെയ്യുന്നത് നല്ലതാണെന്നൊരു തോന്നല് അവർക്കുണ്ടാകും. ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിലേക്ക് ഏൽപ്പിച്ചു. ഞാൻ പഠിപ്പിക്കുന്നത് റോമാലേഖനമാണ് കേട്ടോ, റോമാലേഖനമാണ്. എന്താണ് ഈ ഉചിതമല്ലാത്ത പ്രവൃത്തി? നമ്മൾ ദൈവത്തിന് പകരം മറ്റൊന്നിനെയും സ്വാധീനിക്കരുത്. ദൈവത്തിൻ്റെ സ്ഥാനത്ത് നമ്മുടെ സ്വയത്തെ കെട്ടിവെക്കരുത്. ഇന്നത്തെ ഏറ്റവും വലിയ മനുഷ്യൻ്റെ പാപം, ദൈവത്തിന് പകരം അവൻ കൊണ്ടുവയ്ക്കുന്നത് തന്നെയാണ്. ദൈവത്തെ ഇവൻ കാണുന്നത് എന്നെപ്പോലെ തന്നെ. നമ്മൾ സങ്കീർത്തനങ്ങളിലും പ്രവാചക പുസ്തകങ്ങളൊക്കെ വായിക്കുന്നുണ്ട്. അങ്ങനെ വായിക്കുന്നത്, നീ എന്ത് വിചാരിച്ച് ദൈവം നിന്നെപ്പോലെയുള്ളവനാണെന്നോ? നിന്നെ, അതായത് ഇപ്പം ദൈവം, നമ്മുടെ ഒരു കുഞ്ഞ് ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് ആശുപത്രിയിലാണ്. നമ്മുടെ ചർച്ചിലെ ഒരു കുഞ്ഞ് മനസ്സിനകത്ത് എന്നോടങ്ങനെ പറഞ്ഞപ്പോൾ, എന്നോടങ്ങനെ ഇപ്പം ആരെങ്കിലും നിങ്ങളിപ്പോൾ ചിന്തിക്കുക, അങ്കിളൊരു ആക്സിഡൻറ്റിൽപ്പെട്ട് ചിന്തിച്ചാൽ അന്നേ ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞതാ ഈ അങ്കിളിൻ്റെ പോക്ക് ശരിയല്ലെന്ന് പറഞ്ഞത് ശരിയായില്ല. അപ്പം എന്ത് ചെയ്തു? പെട്ടെന്ന് ദൈവം ഒരു പണി കൊടുക്കും. അപ്പം ആരാ ചിന്തിക്കുന്നത്? എങ്ങനെ ചിന്തിക്കുന്നത്? നിങ്ങൾ ചിന്തിക്കുന്നത് ദൈവം നിങ്ങളെപ്പോലെയുള്ളവൻ. എൻ്റെ കർത്താവ് പറയുക, ഞാനിതെല്ലാം നിന്റെ മുമ്പിൽ നിരത്തി വെക്കുന്ന ദിവസമുണ്ട് കേട്ടോ. ഇതെല്ലാം നിരത്തി വെച്ച് നിന്നെ ബോധ്യപ്പെടുത്തി ഞാൻ നിന്നെ പോലുള്ളവനല്ല, നീ ചിന്തിക്കുന്നത് പോലെ ചെയ്യുന്ന ഒരാളല്ല. നമ്മളങ്ങോട്ട് പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ മകനെ അമേരിക്കയ്ക്ക് വിടണേ, എൻ്റെ മകളെ ഇംഗ്ലണ്ടിലേക്ക് വിടണേ. നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാം തരണം. നമ്മൾ പ്രാർത്ഥിക്കുന്ന തരുന്ന ദൈവം ഒന്ന് വിശ്വസിക്കുന്നവരുടെ നിന്റെ ചിന്ത നിന്റെ ദൈവം നിന്നെപ്പോലാണെന്നാണ്. നീ പ്രാർത്ഥിക്കുന്ന തരുന്ന ദൈവമല്ല യേശു കർത്താവ്. ഹലോ, അതെന്താ മോളെ അങ്ങനെ പറയുന്നത്? നിനക്ക് പ്രാർത്ഥിക്കേണ്ടത് എന്താന്ന് പോലും അറിയത്തില്ല. പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് നിനക്കറിയത്തില്ല. പൗലോസ് പറയുക പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് ഞാൻ അറിയുന്നില്ല. ഒന്ന് വായിച്ചപ്പോഴേ ആ വാക്യം ഒന്ന് വായിച്ച റോമാലേഖനം 8-ാം അധ്യായം 25-26 വാക്യം. നാം കാണാത്തതിനെ പ്രത്യാശിക്കുന്നെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. അവണം ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. 27. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത നരകങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്ന അറിയുന്നു. ഇവിടെ ഉണ്ടോ നിങ്ങളുടെ ഹൃദയം? നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെ? അങ്ങനെ ഔവണ്ണം തന്നെ ആത്മാവ്, പരിശുദ്ധ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. എന്താ നമ്മുടെ ബലഹീനത? എന്നോട് സഹകരിച്ചേ, എന്താ ബലഹീനത? പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൊണ്ട് ഇവിടെ വായിക്കുകയാണ്, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. പൗലോസ് പറയും, എനിക്കറിയത്തില്ല വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ അറിയാവുന്നവർക്ക് കരകത്തിക്ക്. ഒരു കരച്ചിലാണ് പറയേണ്ടത്. പ്രാർത്ഥിക്കാൻ പോലും എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ കർത്താവിനോട് ഇരുന്ന് പറയുന്ന കാര്യം, കർത്താവേ വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ എനിക്കറിയത്തില്ല. ഇതിനൊന്നും കൂട്ടിക്കളയരുത് കേട്ടോ, ഇതിനൊന്നും കൂട്ടിക്കളയരുത്. അതിനെ ആ രീതിയിൽ അർത്ഥവത്തായി ആത്മാവിൽ നിറഞ്ഞ് മനസ്സിലാക്കണം. പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നമുക്കറിയത്തില്ല. പ്രാർത്ഥിക്കാൻ അറിയാവുന്നവരുടെ കരം ഉയർത്തിക്കേ. അതാണ് നിന്റെ സ്വയം.
അതാണ് നിന്റെ സ്വയനീതി. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അവിടെ വായിക്കുന്നത്, ആത്മാവ് ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അന്യഭാഷയല്ല ഇത്. നമ്മുടെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്നിട്ട് ഞരക്കങ്ങളാൽ പിതാവിനോട് അപേക്ഷിക്കുക. ഇവൻ പ്രാർത്ഥിക്കുന്നത് കൊടുക്കരുത്, ഇവള് പ്രാർത്ഥിക്കുന്നത് കൊടുക്കരുത്, ഇവള് നശിച്ചു പോകും, ഇവൻ നശിച്ചു പോകും. അതുകൊണ്ട് ഞാൻ പറയുന്നു, കർത്താവ് ഇത് കൊടുത്താൽ മതി. ഹലോ, ദുരുപദേശം വല്ല കേട്ടോ? ദുരുപദേശം വല്ല കേട്ടോ? നീ പ്രാർത്ഥിക്കുന്നതിന് തരാമെന്നല്ല ഇവിടെ പറയുന്നത്. നീ ജഡത്തിലും പ്രാണനിലും കൂടെ പ്രാർത്ഥിച്ചാൽ അത് കിട്ടത്തില്ല. ആത്മാവിൽ പ്രാർത്ഥിക്കേണ്ടതെന്ന് ഇന്ന് മുതൽ നിങ്ങളോട് പറയണം, കർത്താവേ പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. എൻ്റെ അകത്ത് വന്ന പരിശുദ്ധാത്മാവ് ഞരക്കങ്ങളാ ദൈവത്തോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താണ് നല്ലതെന്ന് ഞാനിപ്പോൾ ഈ ഡയറിക്കകത്തൊരു 10 കാര്യം ചോദിച്ചു. 10 കാര്യം കർത്താവേ ഇന്ന പോലെ. എന്നിട്ട് കർത്താവിനത് പറഞ്ഞു, കർത്താവ് ഞാൻ ഇത്ര എഴുതി വെച്ചിട്ടുണ്ട്. കർത്താവ് പരിശുദ്ധാത്മാവ് അകത്തിരുന്ന് അത് മുഴുവൻ അങ്ങ് വെട്ടിയിട്ട് പരിശുദ്ധാത്മാവ് 10 എഴുതി. 1, അപ്പച്ചൻ കുട്ടിക്ക് അവനെ മുഖത്തോട് മുഖം നോക്കി എതിർക്കുന്ന ഒരു 10 ശത്രുക്കളെ കൊടുക്കണം. ഞാൻ പറഞ്ഞു, കർത്താവ് ഇവിടെ എല്ലാവരും മിത്രങ്ങളായി തീരണം. എൻ്റെ പറഞ്ഞിട്ട് ഞാൻ ഈ സുവിശേഷം പ്രസംഗിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നെ എതിർക്കാൻ ഈ സത്യസുവിശേഷത്തെ, ഞാൻ വേദപുസ്തകം പറയുന്നത് നീ പ്രാർത്ഥിക്കുന്നത് പോലെ ചെയ്യാൻ ദൈവം നിന്നെപ്പോലെ ഒരാളല്ല. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് എൻ്റെ മകളെ അമേരിക്കയ്ക്ക് വിടണം. ഞാൻ എൻ്റെ കാര്യം പറയുന്നത് കേട്ടോ, എൻ്റെ അമേരിക്കയിൽ വിടണം. കർത്താവ് വെട്ടി കഷ്ണം തിരിച്ചു, എല്ലാ സാധ്യതയും വന്നു. കർത്താവ് പറഞ്ഞു, എൻ്റെ ഉദ്ദേശം നിന്റെ മകളെ അമേരിക്കയ്ക്ക് വിടാനല്ല, എൻ്റെ ഉദ്ദേശം അവളെ കഷ്ടപ്പെടുത്താനാ. കഷ്ടപ്പെടുത്തി. ദൈവത്തിൻ്റെ സമയം വന്നപ്പോൾ പരിശുദ്ധാത്മാവ് കാണിച്ചതുപോലെ അവൾക്ക് അയർലൻഡിലേക്ക് പോകാനുള്ള അവസരം വന്നു. കർത്താവ് ചെയ്തു. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്കും എനിക്കും പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയത്തില്ലെന്ന് ബൈബിൾ പറയുന്നു. നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ, അകത്തിരുന്ന് പരിശുദ്ധാത്മാവ് ഇല്ലാത്തവരെ എനിക്കറിയാം. ഇവിടെ ഇല്ല. പരിശുദ്ധാത്മാവില്ലാതെ ജഡത്തിലിരിക്കുന്നവരെ എനിക്കറിയാം. ഹല്ലേലൂയ. അവരുടെ ഉള്ളിൽ പ്രാണനാണ് നിൽക്കുന്നത്. നല്ലതും തീയതും മാത്രം അറിയാം. അവർക്ക് ആത്മാവിൻ്റെ പ്രചോദനമില്ലാത്തതുകൊണ്ടാണ്. ദൈവാത്മാവ് വന്നാൽ പാപബോധം ഉണ്ടാക്കും. ഒരാളുടെ ഉള്ളിൽ പാപബോധമില്ലെങ്കിൽ അയാളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ല. എന്തിനാ പരിശുദ്ധാത്മാവ് വന്നത്? അന്യഭാഷ പറയാം അല്ലേ? പരിശുദ്ധാത്മാവ് വന്നിട്ട് ആദ്യം പാപത്തെക്കുറിച്ച് ബോധം വരുന്നു. ഒന്ന് വായിച്ച മോളെ, യോഹന്നാൻ 16:8. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവൻ വന്നിട്ട്, അതൊന്നും ഒന്നും എനിക്ക് വിവരിക്കാനായിട്ട് സമയമൊന്നുമില്ല. ഇപ്പം ഞാൻ ദൈവനീതിയെക്കുറിച്ചൊന്ന് പറയാൻ തുടങ്ങുക. നമ്മുടെ പാപം എന്താണെന്ന് തിരിച്ചറിയണം. നമ്മുടെ പ്രാർത്ഥന, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഒരു പാസ്റ്റർ എന്നെ വിളിച്ച് പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. പാസ്റ്ററെ, എന്നെ അംബാനിയാക്കാൻ പോകണമെന്ന് കർത്താവ് പറഞ്ഞു. ഞാൻ പറഞ്ഞത് പാസ്റ്ററെ ദൈവമല്ല, അത് പാസ്റ്റർ പണത്തെ സ്നേഹിച്ചത് കൊണ്ട് പിശാചാണ് വന്ന് പറഞ്ഞത്. ഈ ലോകത്തിൽ അംബാനിയാക്കാനല്ല കർത്താവ് വിളിച്ചത്. കർത്താവ് വിളിച്ചത് യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് നമ്മുടെ അനുരൂപനാക്കാൻ, യേശുവാക്കാനാണ് വിളിച്ചത്. ഇത് പറഞ്ഞതുപോലെ നിങ്ങളിലും എന്നിലും എന്താണ് മോഹം, നിങ്ങളുടെ ഉള്ളിലുള്ള ആഗ്രഹം എന്താണ്, അതനുസരിച്ചാണ് നിങ്ങളുടെ ആത്മീയജീവിതം നയിക്കപ്പെടുന്നത്. കർത്താവിന് വേണ്ടി, ദൈവസ്നേഹത്തിന് വേണ്ടി മോഹിക്കുന്ന, കൊതിക്കുന്ന ഒരാളാണോ നിങ്ങൾ? അതോ മറ്റെന്തിനെങ്കിലും കൊതിക്കുന്ന വ്യക്തിയാണ്? ഇവിടെ പറഞ്ഞു വന്നതാണ്, പരിശുദ്ധാത്മാവ് വന്നത് നമുക്ക് പാപത്തെക്കുറിച്ച് ബോധം തരാനാ. പാപബോധമില്ലെങ്കിലോ ഒരു കരച്ചില്, ഒരു അനുതാപം. ഈ വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഞാൻ നീതിമാനായി എന്ന ഒരു ധാരണ നമുക്ക് തരാനല്ല.
നമ്മൾ നീതീകരിക്കപ്പെട്ടാൽ ജീവിതകാലത്തിൻ്റെ അവസാനം വരെ വിശുദ്ധീകരണത്തിൻ്റെ കരച്ചിലാണ്. എനിക്ക് യേശുവിനെ പോലെയാകണം, എനിക്ക് യേശുവിനെ പോലെയാണ്. ഇപ്പം നോക്കിയപ്പോൾ എവിടം വരെയായി ഇപ്പം? അടുത്തു പോലും വന്നിട്ടില്ല. ഞാൻ നിങ്ങളുടെ കാര്യമല്ല പറയുന്നത് കേട്ടോ, എൻ്റെ കാര്യം പറയുന്നത്. എനിക്കിപ്പോൾ പാപത്തെക്കുറിച്ചുള്ള നിലവിളിയാ. എനിക്ക് കർത്താവെ സ്നേഹിക്കാൻ കഴിയുന്നില്ല, എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല, എനിക്ക് ദയയുണ്ടാകുന്നില്ല, എനിക്ക് വിശുദ്ധി ഉണ്ടാകുന്നില്ല, എന്നിൽ നന്മയുണ്ടാകുന്നില്ല. കർത്താവായി ദൈവമേ എന്നെ അകത്തു വന്ന് രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നീതീകരണം വന്നെങ്കിൽ, കർത്താവേ ഞാൻ പാപിയാണ്. വിശുദ്ധന്മാരായ പാപികൾ, നീതീകരിക്കപ്പെട്ട പാപികളാണ് നമ്മൾ. നീതീകരിക്കപ്പെട്ട പാപിയാണ്. പാപം ചെയ്യുന്നവനെ അല്ലേ പറയുന്നത്. പാപത്തിന് പ്രവർത്തികളുണ്ട്. അതെന്താണ്? നമുക്കെല്ലാവർക്കും അറിയാം. വിഗ്രഹാരാധന പാപമാണ് അല്ലേ? പക്ഷേ വിഗ്രഹത്തിൻ്റെ മുമ്പിലിരിക്കുന്നത് കാഴ്ച വെച്ചത് തിന്നുന്നവരുണ്ട്, എനിക്കറിയാം. 16 അടിയന്തരത്തിന് പോയി തിന്നുന്നവരുണ്ട്, എനിക്കറിയാം. സഭയ്ക്കകത്ത് കർത്തവിനെ എന്താ 16 അടിയന്തരത്തിന് പോയി തിന്നും, എന്നിട്ട് ഇവിടെ വന്ന് കത്രിമേശയിൽ പങ്കെടുക്കും. എന്നിട്ട് അയ്യോ ഞാനും ദൈവമില്ല. നിന്റെ ഉള്ളിൽ സാത്താനാണ് വളരുന്നത്. ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചിട്ട് അന്യാരാധന നടത്തിയിട്ട് വന്നിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ദൈവാത്മാ പ്രാർത്ഥന കേൾക്കത്തില്ല. ഞാൻ പറയുന്നത് ഒരു 16 അടിയന്തരത്തിന് നിങ്ങളൊന്ന് പോയി മറ്റുള്ളവരെയെങ്കിലും ഓർക്കണം. ആ ഭക്ഷണം നിങ്ങൾ സ്തോത്രം ചെയ്ത് കഴിച്ചാൽ കുഴപ്പമില്ല, പക്ഷെ അവരെ പ്രസാദിപ്പിക്കണ്ടേ, അവരെ സന്തോഷിപ്പിക്കണ്ടേ? എന്ത് ചെയ്തു? അവിടെ ഇരുന്ന് അങ്ങ് കഴിച്ചു. അകത്ത് കയറിയതേ കൈവശം. ഹല്ലേലൂയ. അവർ വിഗ്രഹത്തിന് അർപ്പിച്ച സാധനം സമൂഹത്തിനറിയാം. മരിച്ചവർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നവരല്ല പെന്തക്കോസുകാരെന്ന്. നീ പെന്തക്കോസുകാരനാണെന്ന് സമൂഹത്തിനറിയാം. അവിടെ ചെന്നിരുന്ന് അങ്ങോട്ട് കഴിച്ചു കൊടുത്ത് അവരെ വിഷമിപ്പിക്കേണ്ട, സന്തോഷിപ്പിച്ചേക്കാം. നീ തിന്നത് എന്താണെന്നറിയാമോ? അതകത്ത് ചെല്ലുവത്. അകത്ത് ചെന്നതിൻ്റെ പരിവർത്തനം നിന്നെ കർത്താവിൽ നിന്ന് അകറ്റിക്കളയും, ദൈവകൃപ ചോർത്തിക്കളയും. എവിടെ ചെന്നും നമുക്ക് വിഗ്രഹത്തെ അർപ്പിക്കുന്നത് തിന്നാൻ വ്യവസ്ഥയുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ കടയിൽ പോകുമ്പോൾ അവരാദ്യം അവരുടെ ദൈവത്തിന് വിഗ്രഹത്തിന് അർപ്പിച്ചിട്ടാണ് കടയിലെ ഭക്ഷണം എടുത്ത് വെക്കുന്നത്. നിങ്ങൾക്ക് കടയിൽ ചെന്ന് ഭക്ഷണം കഴിച്ചേ പറ്റൂ. എന്ത് ചെയ്യണം? ഞാനും നിങ്ങളും കർത്താവെ ഞാൻ വഴിവക്കിൽ വന്നിരിക്കുന്നത്, ഈ അവസ്ഥ ഇവിടുന്ന് ഇത് കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല. കർത്താവിൻ്റെ കരം വെച്ച് ആശീർവദിക്കണം. സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് കഴിച്ചാൽ എനിക്കത് കഴിച്ചാൽ എനിക്ക് ദോഷം വരത്തില്ല. അതേ സമയത്ത് വിഗ്രഹത്തിൻ്റെ ഇരിക്കുന്നിടത്തുനിന്ന് പോയി കൊണ്ടുവന്നിട്ട് പറയുക ഒന്ന് സ്തോത്രം ചെയ്താൽ പോരെ. അതിൻ്റെ സൂത്രം ഉണ്ടല്ലോ, കയ്യിരിക്കും. സൂത്രപ്പണിയും കൊണ്ട് വരുന്നവർ എന്താണ്? ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുകയും ഹൃദയം കൊണ്ട് അവനെ അപമാനിക്കുകയും ചെയ്യുന്നവർ. അപ്പൊ ദൈവത്തെ അറിഞ്ഞെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ഞാൻ പറയുക. പിന്നെ നമ്മുടെ ജീവിതകാലം മുഴുവനും ഒരു കരച്ചിലാണ്. എങ്ങനെ ദൈവത്തെ? അതുകൊണ്ട് ദൈവീയത്തിൽ ഞാൻ പറയാം, നിങ്ങൾ മറ്റൊരു ജാതിക്കാരുടെ കല്യാണത്തിന് പോയി ഭക്ഷണം കഴിക്കണമെങ്കിൽ സ്തോത്രം ചെയ്തിട്ട് കഴിക്കണം. നിങ്ങൾ മറ്റൊരു കാര്യത്തിന് മരണ വീട്ടിൽ പോയി, എന്നാൽ നമ്മൾ മരിച്ച് അവർക്കെല്ലാവരുടെ ആശ്വാസത്തിന് വേണ്ടി ഭക്ഷണം കൊടുക്കുമ്പം നിങ്ങൾക്ക് സ്തോത്രം ചെയ്തിട്ട് ഭക്ഷണം കഴിക്കണം. അടിയന്തിരത്തിന് പോയി ഭക്ഷണം കഴിക്കുമ്പം അതിനെ അനുകൂലിക്കരുത്. അവർ മരിച്ചവർക്ക് വേണ്ടിയിട്ട് സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. അതിനകത്ത് കഴിച്ചിട്ട് വന്നിട്ട് അത് അവർക്ക് എന്തു തോന്നും? അവർക്ക് തോന്നണം, നീ എന്താ കഴിക്കാഞ്ഞെന്ന് ചോദിക്കണം. ഞങ്ങൾ മരിച്ചവർക്ക് വേണ്ടി ശേഷക്രിയ നടത്തുന്നവരല്ല. മരിച്ചവർ അവരുടെ സ്വർഗത്തിലോ നരകത്തിലോ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ദയവ് ചെയ്തിട്ട് വെറുപ്പുണ്ടാകും, ഛിദ്രമുണ്ടാകും, പ്രശ്നമുണ്ടാകും. നിനക്കത് വേണ്ട. ചിലരെ നിന്റെ വീട്ടിൽ ശത്രുക്കളാക്കി വരുത്തും. ഇവിടെ വേദപുസ്തകം പറയുന്ന അങ്ങനെ വിശുദ്ധീകരണത്തിന്റെ പ്രക്രിയയാണ് നടക്കുന്നത്. എന്നിട്ട് വന്നിട്ട് അവസാനം ആളെ സഭയെ കാണത്തില്ല. ആദ്യമൊക്കെ അങ്ങനെ ഫ്രണ്ടിൽ വന്ന് ഇരിക്കും. അല്പം കഴിയുമ്പോൾ അടുത്ത കസേരയിൽ പോകും. അല്പം കഴിയുമ്പോഴത്തേക്ക് അടുത്ത കസേരയിൽ പോകും. എങ്ങോട്ട് പറഞ്ഞത്? മുന്നോട്ട് വരേണ്ടതാ. ഇപ്പം എങ്ങോട്ടാണ് പോകുന്നത്? ഇപ്പം പോകുന്നത് പുറകോട്ട്. പോട്ടെ, ഇവിടെ ഒന്ന് പാട്ടുപാടാൻ, ഇവിടെ ഒന്ന് പ്രസംഗിക്കാൻ. കർത്താവിൻ്റെ വേലയാണിത്.
ഹല്ലേലൂയ. പാസ്റ്ററെ പ്രസാദിപ്പിക്കാനായിട്ടല്ല, ഇവിടെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ, ദൈവത്തിന് വേണ്ടി വേല ചെയ്യാൻ എൻ്റെ ഉള്ളിലുള്ള ഒരു കരച്ചിലുണ്ടാകണം. യോഗ്യത കൊണ്ടല്ല കുഞ്ഞെ, നിന്റെയും എൻ്റെ യോഗ്യത കൊണ്ടല്ല. ഞാനിവിടെ നിൽക്കുന്നതിൻ്റെ യോഗ്യത കൊണ്ടല്ല, എൻ്റെ കരച്ചിലാണ്. എൻ്റെ കരച്ചിൽ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ഞാൻ എൻ്റെ അകത്തേക്കൊന്ന് നോക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത് ഞാനൊരു നിങ്ങളെക്കാളൊക്കെ എത്രയോ പുറകിൽ നിൽക്കുന്ന ഒരു സാധുവായ ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ ചിലപ്പോൾ ചിന്തിക്കുക. എന്നെക്കാളൊക്കെ നിങ്ങൾ എത്രയോ ശ്രേഷ്ഠന്മാരാണെന്ന്. നിശ്ചയമായിട്ടും ഞാൻ ദൈവവചനത്തിൻ്റെ സ്നേഹത്തിൽ ഉറപ്പിക്കട്ടെ, നമ്മുടെ അറിവ് കൊണ്ട് ഈ ദൈവത്തെ പിൻപറ്റാമെന്ന് വിചാരിച്ചാൽ എന്നെ പോലൊരു ദൈവത്തെ നിങ്ങളുണ്ടാക്കും. നിങ്ങൾ ചിന്തിക്കും ഇങ്ങനെ ദൈവം ചെയ്യും. ഞാൻ ചിന്തിക്കുന്ന പോലെ, ഞാനത് പരിശുദ്ധാത്മാവിൽ പറഞ്ഞത്, പരിശുദ്ധാത്മാവ് വന്നാൽ പാപബോധമാണ് തരുന്നത്. അതെങ്ങനെയാണ് പാപബോധം? പാപബോധം തരുന്നതെന്ന് പറഞ്ഞത് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് ഈ വാക്കുകളെ ഉപസംഹരിക്കാം. വിഗ്രഹാരാധന പാപമാണെന്ന് നമുക്കറിയാം. അന്യ ദൈവങ്ങളെ ആരാധിക്കുന്ന പാപമാണെന്ന് നമുക്കറിയാം. കൊലപാതകം ചെയ്യുന്നത് പാപമാണെന്ന് നമുക്കറിയാം. ഇതൊക്കെ നിങ്ങളുടെ നാട്ടുകാർക്ക് അറിഞ്ഞൂടെ? നിങ്ങളുടെ നാട്ടുകാർക്കെല്ലാം അറിയാം. അവർ മോഷ്ടിക്കുന്നത് എങ്ങനെ? അവർക്കറിയാം മോഷ്ടിക്കുന്നത് പാവമാണെന്ന്, തെറ്റാണെന്നറിയാം, ശിക്ഷ കിട്ടുമെന്നറിയാം. പിന്നെ എങ്ങനെ അവർ മോഷ്ടിക്കുന്നത്? ആരും കാണാതെ. കഴിഞ്ഞ ദിവസം ബാങ്കിനകത്ത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിജോ ആന്റണി, ക്രിസ്ത്യാനി ബാങ്കിനകത്ത് മോഷ്ടിക്കാൻ വേണ്ടി വന്നത് നിങ്ങൾ വീഡിയോ കണ്ടായിരുന്നോ? ടി വിക്കകത്ത് കണ്ടായിരുന്നോ? ശരി, അപ്പ പറക്കാരനാണ്. അവൻ ഗൾഫിലായിരുന്നു, അവൻ്റെ ഭാര്യ ഗൾഫിലാണ്. വലിയ വീടും സൗകര്യങ്ങളും അടിച്ചു പൊടിച്ച് ഇവിടെ കടം വന്നു. നിമിഷ നേരം കൊണ്ട് കൂടുതലും കൊടുത്തു കേട്ടോ. മാന്യനാണ്, കള്ളനാണെങ്കിലും മാന്യനായിരുന്നു. അവിടെ ലക്ഷക്കണക്കിന് വേണ്ടെന്നെങ്കിലും അവരെന്ത് ചെയ്തു? അവിടെ വന്നിട്ട് 15 ലക്ഷം എടുത്തുള്ളൂ. 15 ലക്ഷം എടുത്ത് മുഖം മൂടിയൊക്കെ വെച്ച് ആരും പിടിക്കത്തില്ലെന്ന് വിചാരിച്ചു. പക്ഷേ പോലീസ് പരിശോധിച്ച് ചെന്നപ്പോൾ അവൻ്റെ ഷൂവിൻ്റെ അടിയിലുള്ള നിറം, ഷൂ മാറ്റിയില്ല, ബാക്കി എല്ലാം മാറ്റിപ്പോയി. പിടിക്കത്തില്ലായിരുന്നു അവന്. ഷൂവിൻ്റെ അടിയിലുണ്ടായിരുന്ന നിറം നോക്കിയപ്പോൾ അവൻ്റെ ഷൂ അത് തന്നെ. അപ്പോഴേ നോക്കി. ഇപ്പം അഴിയുണ്ട്. അവൻ അറിഞ്ഞുകൂടെ ഇത് പാവമാണെന്നത്. അല്ല അത്ര കണ്ട് പിന്നെ ഇതൊക്കെ ധരിച്ചുകൊണ്ട് വന്നതിനാ. ഞാൻ പറയുന്ന മോഷണം പാപമാണെന്ന് നിങ്ങളെ സഭയ്ക്കകത്ത് പഠിപ്പിക്കണോ? വ്യഭിചാരം പാപമാണെന്ന് സഭയ്ക്കകത്ത് പഠിപ്പിക്കണോ? മദ്യപാനം പാപമാണെന്ന് സഭയ്ക്കകത്ത് പഠിപ്പിക്കണോ? ഇതാണോ പരിശുദ്ധാത്മാവ് തരുന്ന പാപബോധം? ആണോ നമ്മളെ? എന്തോ പാപ അല്ലെന്ന് പറഞ്ഞാൽ എന്തോ? ലോകത്തിലുള്ള പാവവും നമ്മുടെ പാവവും തമ്മിൽ വ്യത്യാസം എന്താ? ഹൃദയമില്ലേ ഇവിടെ? ഇല്ലേ? അവിടെ കളിപ്പിക്കണം, വെച്ച് കഴിഞ്ഞിട്ട് കളിപ്പിക്കണം. ഇപ്പം നിങ്ങൾക്ക് ഒന്ന് ചിന്തിച്ച്, ഞാൻ ചോദിക്കുന്നത്, സമൂഹം പറയുന്ന പാപമാണോ നമ്മുടെ പാപം? ആണോ? പിന്നെ മനസ്സിനകത്ത് പാപം, ചിന്തകളിൽ പാപം. ഇങ്ങനെ ഞാൻ ആരോടും ഒന്നും പറയത്തില്ല. എൻ്റെ ചിന്തകളിൽ കോപവും ക്രോധവും സൂക്ഷിച്ചു വെച്ചിട്ടാണ് കർത്തൃമേശയിൽ പങ്കെടുക്കാൻ വരിക. ഉള്ളിൽ മുഴുവനും കയ്പ്, വിദ്വേഷം. ഇതാരെങ്കിലും കണ്ടോ? ഇതാരെങ്കിലും കാണുമോ? ഇതും പോട്ടെ, ഞാൻ പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിനകത്ത് വരുന്ന പാപങ്ങളുണ്ട്, മനുഷ്യൻ്റെ പ്രവൃത്തിയിലുള്ള പാപങ്ങളുണ്ട്. പിന്നത്തെ പാപമാണ് പാപം എന്താണെന്നാണ് ഈ റോമാലേഖനം പറയുന്നത്. ഞാനത് വായിച്ച് നിങ്ങളെ റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ കുഞ്ഞെ മോളെ അവിടെ 28 മുതൽ ഒന്ന് വായിച്ചു. ദൈവത്തെ പരിജ്ഞാനത്തിൽ പരിശുദ്ധമില്ലാത്തതക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്ത ചെയ്താൽ ദുഷ്ടബുദ്ധിയെ ഏൽപ്പിച്ചു. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കൊല, പിണക്കം, കപടം, ദുശ്ശീലം എന്നിവ തിരിഞ്ഞവർ, കുരുളക്കാർ, ഏഷ്ണിക്കാർ, ദൈവദ്വേഷികൾ, നിഷ്ഠുരന്മാർ, ഗർഭിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കൈവച്ചവർ. ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവർ പ്രസാദിക്കുകയും ചെയ്യും. എങ്ങനെ വിശദീകരിക്കേണ്ടത്? ഇതിനകത്ത് പറയുന്ന പാവങ്ങളൊക്കെ അറിയാമോ? ഉചിതമല്ലാത്തത് ചെയ്യുവാൻ അവരെ ദൈവം നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു കളഞ്ഞു. എന്താണ്? ഉള്ളിൽ ദൈവത്തോട് ഇവർ എതിർക്കാൻ തുടങ്ങി, ദൈവത്തിന് വിരോധമായി സ്വയത്തിൽ ആരാധിക്കാൻ തുടങ്ങി. പുറമെ കയ്യടിയും പാട്ടും പ്രാർത്ഥനയും,
അങ്ങനെ വന്നപ്പോൾ സകല അനീതിയും അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. അവർക്ക് തോന്നത്തിൻ്റെ അനീതിയാണ്, ദുഷ്ടത. ഞാൻ അത് വിവരിക്കുന്നില്ല. അത്യാഗ്രഹം. ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ അത്യാഗ്രഹം വന്നാൽ? എനിക്കിപ്പോൾ അത്യാഗ്രഹം ഉണ്ടെന്ന് വിചാരിച്ചോ, ആർക്കെങ്കിലും അറിയൂ? ആർക്കും അറിയത്തില്ല. ദുർബുദ്ധി. ദുർബുദ്ധി ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? ഞാനിപ്പോൾ ഇവിടെ നിന്ന് പ്രസംഗിക്കുക, എൻ്റെ ദുർബുദ്ധി ദൈവം മാത്രമേ അറിയുന്നുള്ളൂ. നിറഞ്ഞ അസൂയ. അസൂയുള്ളവരാരെങ്കിലും ഇവിടെ ഉണ്ടോ? പെന്തക്കോസ്തുകാരുടെ ഇടയിൽ അസൂയ ഇല്ല അല്ലേ? പെന്തക്കോസ്തുകാരുടെ ഇടയിൽ അസൂയ ഉണ്ടോ മോളെ? ഇല്ല. പറഞ്ഞില്ലേ അസൂയ. അപ്പൊ അസൂയ പോലും എന്താണ്? പ്രവർത്തിക്കുന്നവർ നരകത്തിൽ പോകുന്ന. അസൂയ ഉള്ളവർ നരകത്തിൽ പോകുമെന്ന. കുല. നമ്മൾക്ക് കൊലപാതകം ഇല്ലല്ലോ അല്ലേ? കൊല ചെയ്യുന്നവരുണ്ടോ? കൊല ചെയ്യുന്നവർ. സഹോദരന്റെ മനസ്സിനെ വേദനിപ്പിച്ചു. മൂഢ എന്ന് പറഞ്ഞു. ദൈവദാസനെതിരെ സംസാരിച്ചു. കുലയാണ് കുല. കൊലപാതകം ചെയ്തു. പിണക്കം, കപടം. പുറമെ ഇവിടെ ഭക്തിയുടെ വേഷം, പക്ഷെ അകത്ത് പരീക്ഷന്മാരെ പോലെ കപടം. ദുശീലങ്ങളായിട്ടുള്ള എന്തെങ്കിലും എന്നിവ തിങ്ങിയവർ, കുരുളക്കാർ, ഏഷണിക്കാർ, ദൈവദ്വേഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ. ഞങ്ങൾ നീതിയോടെ ജീവിക്കുന്നു. പുതുദോഷം ഇല്ലാത്തവർ ഉണ്ടാക്കി പറയും. സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, പിന്നെ ബുദ്ധിഹീനർ. ബുദ്ധിയില്ലാത്തവരാണെങ്കിലും ഉണ്ട് ഇവിടെ. ബുദ്ധിഹീനർ, നിയമലംഘികൾ. ദൈവദാസൻ പറഞ്ഞാൽ കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? പറഞ്ഞാൽ, ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അനുവാദം കൂടാതെ ഈ സഭയ്ക്കകത്ത് മറ്റൊരാളുടെ വീട്ടിൽ പോകാൻ നിങ്ങൾ പോകണം, പ്രാർത്ഥിക്കണം. എൻ്റെ അടുത്തുനിന്ന് പറഞ്ഞിട്ട് വേണം പോകാൻ. എൻ്റെ അടുത്തുനിന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോകാവൂ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം. നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്ന മരണയോഗ്യം, നരകത്തിൽ പോകുന്നു. ഈ വക പ്രവർത്തിച്ചാൽ അപ്പച്ചൻകുട്ടി പാസ്സായതുകൊണ്ട് കർത്താവ് പോട്ടെ, മരണയോഗ്യർ, നിത്യ നരകത്തിലേക്ക് പോകും. പോട്ടെ, അതും പോട്ടെ, സമയം സഹിക്കാം എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞു. എന്നിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുന്നു. ഈ ന്യായമെല്ലാം എനിക്കറിയാം, പക്ഷേ നരകത്തിൽ പോകുന്ന പാപം അതാണെന്നൊക്കെ എനിക്കറിയാം. ഞാൻ പ്രവർത്തിക്കുകയും ചെയ്യും, പ്രവർത്തിക്കുന്നവരെ പ്രസാദിക്കുകയും ചെയ്യും. ശ്രദ്ധിച്ച് ദൈവമക്കളൊന്ന് കേൾക്കണം. എന്താണ് പാപം, അനീതി എന്താണെന്ന് ഇവിടെ വരച്ച് കാണിക്കുക അപ്പസ്തോലൻ. സുവിശേഷം എന്തിനാ വന്നത്? സുവിശേഷത്തിന്റെ ഉദ്ദേശം എന്താ? സുവിശേഷത്തിനകത്ത് എന്താണ് അടങ്ങിയിരിക്കുന്നത്? അത് നീതിയാണ്, ദൈവനീതിയാണ്. എന്തിനാണ് ദൈവത്തിന്റെ നീതി? ഈ വക ആൾക്കാരായി നമ്മൾ. ഈ വക പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ മരണയോഗ്യം. ഇത് നമ്മൾ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും ചെയ്യും. ദൈവദാസനെ കൊന്നിട്ട് ആരെങ്കിലും പോയത് വിചാരിച്ചോ? ദൈവദാസനെ തകർത്തിട്ട്, സഭയെ തകർത്തിട്ട് ഒരാൾ പോയത് വിചാരിച്ചോ? പിന്നെ അവനുമായിട്ടാ കൂട്ടും, പിന്നെ അവനുമായിട്ടാ സഹകരണം. അപ്പം ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യം. ഒരു സഭയ്ക്കെതിരെ എല്ലാ ദുഷ്പ്രവൃത്തിയും കാര്യങ്ങളും ചെയ്ത ഒരു മനുഷ്യൻ ഇപ്പം എന്ത് ചെയ്തു? സഭയിലുള്ള ദൈവമക്കളുമായിട്ടല്ല സഹകരണം, പിന്മാറ്റക്കാരനുമായിട്ടാണ്. പിന്മാറ്റക്കാരനെ എന്താണിത്? ഒരു പാപത്തിൽ ജീവിക്കുന്ന ഒരുത്തൻ, ദൈവകൃപയിൽ നന്യപ്പെട്ടു പോയ ഒരു മനുഷ്യൻ ഇപ്പൊ ദൈവദാസനെ ഒന്നും വിളിക്കത്തില്ല. ഓച്ചായ എന്തുണ്ട് വിശേഷം, എന്തുണ്ട് വിശേഷം. പിന്നെ അവരുമായിട്ടങ്ങ് ബന്ധങ്ങളാണ്. എന്ത് സംഭവിക്കാറിയോ? ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും കണ്ടതും പഠിച്ചതുമായ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഉള്ളവർ, ഹല്ലേലൂയ, ഇപ്പം ഈ വായിച്ച ഭാഗം മാത്രം ഞാൻ പറയുകയാണ്, അവരിൽ പ്രസാദിക്കും. പിന്മാറ്റക്കാരനിൽ പ്രസാദിക്കുന്നവർ, സഭയെ പിന്നിയെ ദൈവസഭയിൽ നിന്നും പിന്മാറിപ്പോയിരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവരിൽ പ്രസാദിച്ച് അവർക്ക് വേണ്ടി പക്ഷം പിടിച്ച് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നിന്നെ നിത്യശിക്ഷാവിധി എന്നാണ് പറയുന്നത്. ഇവിടെ അവർ നരകയോഗ്യരാണെങ്കിൽ നീ അവരിൽ പ്രസാദിക്കാൻ ചെയ്താലോ? ഞാൻ വ്യഭിചാരം ചെയ്യുന്നില്ല, വ്യഭിചാരം ചെയ്യുന്നവരിൽ പ്രസാദിക്കും.
ഞാൻ പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യുന്നവരിൽ പ്രസാദിക്കും. ഞാനൊരു ദുഷ്പ്രവൃത്തി ചെയ്യുന്നില്ല, പക്ഷേ ദുഷ്പ്രവൃത്തി ചെയ്യുന്നവന് ഞാൻ സ്ക്രൂറ്റ് കൊടുക്കും. ചെയ്തോ ചെയ്തോ ചെയ്തോ, അങ്ങനെ വേണം അങ്ങനെ വേണം. ഇത് ഇവിടെ നിന്ന് വരുന്ന ഇതാണ് റോമാലേഖനം 1-ാം അധ്യായം പറഞ്ഞ പാപം. റോമാലേഖനം 1-ാം അധ്യായം ഞാൻ ഈ ആഴ്ച നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ ഞാൻ ചോദിക്കും എന്താണ് പാപമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്നോടൊന്ന് പറയണം. പറഞ്ഞ് പാപം എന്താണെന്നൊന്ന് പറഞ്ഞു തരണം. ഇത് പ്രവർത്തിക്കുന്നവർ മരണയോഗ്യം. ഇതറിഞ്ഞിട്ടും എന്ത് ചെയ്തു? ഇപ്പം സ്വന്തം അപ്പൻ്റെ ഭാര്യയെ കൊരിന്ത്യ സഭയിൽ ഒരുത്തം വെച്ചുകൊണ്ടിരിക്കുക. അച്ഛൻ്റെ വീട്ടിൽ എല്ലാവരും ചെല്ലും. അച്ഛനെ പാസ് വിലക്കി, അച്ഛനെ പാസ്റ്റർ വിലക്കി. പാസ്റ്റർ കാര്യം പറയൂ. അച്ഛനെ പാസ്റ്റർ വിലക്കുമ്പം അച്ഛൻ ചെയ്ത കുറ്റം എന്താണെന്ന് പാസ്റ്റർ പറയത്തില്ല. ഉടനെ തന്നെ ബാലു, ശൈലോഷ്, സജന്, ഷൈജു, സുനിൽ എല്ലാവരും കൂടെ അവിടെ ചെന്ന് അച്ഛൻ എന്ത് സഭ വരാത്തത്, അത് പാസ്റ്റർ സഭയെ എൻ്റെ കുറ്റം പറയുന്നു. അപ്പോൾ പാസ്റ്റർ ഞാൻ പറഞ്ഞിട്ടില്ല അച്ഛൻ്റെ പണി എന്താണ്, സ്വന്തം അപ്പൻ്റെ ഭാര്യ എടുത്ത് ചെന്നിട്ട് ഇരിക്കുന്ന കാര്യമാണെന്ന്. ഇത് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്ന കാര്യമാണ്. പക്ഷേ അവനോട് സഹകരിച്ച് അവൻ്റെ കൂടെ നിന്ന് പാസ്റ്റർക്കെതിരെ നിന്നാൽ എന്താ എൻ്റെ പാപം? നിങ്ങൾക്കറിയാമത്ത് പോയാതെ പല കാര്യങ്ങളും ഇവിടുന്ന് സഭയിൽ പുറത്തു പോയവരുടെ ചരിത്രങ്ങൾ പലതുമുണ്ട്, പലർക്കുമുണ്ട്, പലരുടെ സംഭവങ്ങൾ. എല്ലാം ഒന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല, സമൂഹത്തിൽ പറയാൻ പറ്റുന്നതല്ല, ഒരു വ്യക്തിപരമായി പറയാൻ പറ്റത്തില്ല. അപ്പം അവർ സഭയിൽ നിന്ന് പോകുന്ന കാരണം എന്താണെന്ന് അവർക്കേ അറിയത്തുള്ളൂ. എനിക്കും അറിയാം, ദൈവത്തിനും അറിയാം. അപ്പം ഞാൻ പറഞ്ഞത് അതിനോട് നിങ്ങൾ എന്ത് ചെയ്യരുത്. നിങ്ങൾ പോയി അയ്യോ അച്ഛന് വേണ്ടിയിട്ട് ഞങ്ങൾ പാസ്റ്റർ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള ചിന്ത അവരെ ചെയ്യും. പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും ചെയ്യും. അങ്ങനെ പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പ്രസാദിച്ചാലോ? ഇത് റോമാലേഖനം 2-ാം അധ്യായം. അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവേ, ഇത് പറഞ്ഞിറങ്ങി നിർത്താം. നിനക്ക് പ്രതിവാദം പറവാൻ ഇല്ല. അന്യനെ വിധിക്കുന്നതിനാൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നു. ഇത് പറഞ്ഞിട്ട് ഞാനതിൻ്റെ 5-6 വാക്യം കൂടെ സമയത്ത് തന്നെ നിർത്തുവാൻ ആഗ്രഹിക്കാം. ധാർമ്മിക നീതിബോധമുള്ളവരായവ എങ്ങനെയെങ്കിലും സഭയ്ക്കകത്ത് 10 പേരെ നമുക്ക് വർദ്ധിപ്പിക്കണം. നമുക്ക് വേണ്ടത് ആത്മാക്കളെയാണ് വേണ്ടത്. ഹല്ലേലൂയ. ദൈവത്തെ ഭയപ്പെടുന്നവരെ, സ്നേഹിക്കുന്നവരെയാണ് വേണ്ടത്. അതുകൊണ്ട് അന്യനെ വിധിക്കുന്ന ഒരു മനുഷ്യൻ, ഇവിടെ ഇരുന്നും കൊണ്ട് ഒരു മനുഷ്യന് വിധിക്കാൻ എനിക്ക് അവകാശമില്ല. വിധിക്കുന്ന മനുഷ്യൻ അത് തന്നെ ഞാൻ പ്രവർത്തിക്കുന്നു. ഇത് പൗലോസ് പറയുക കേട്ടോ. അന്യനെ വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് വിധിക്കുന്ന നിനക്ക് അതേ വിധി തന്നെ വരും. എന്നിട്ട് അതിൻ്റെ 5-6 വാക്യം ഞാൻ വായിക്കുകയാണ്. എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിൻ്റെ നീതിയുള്ള വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് കോപം ചരതിച്ചു വെക്കുന്നു. എന്താണ് ദൈവകോപം? നീ നിനക്ക് തന്നെ ശേഖരിച്ച് കൂട്ടിവെക്കുന്നു. ഇതാരോട് പറയുന്നറിയാവോ? ധാർമ്മിക നീതിബോധമുള്ളവരോട് ഞങ്ങൾക്ക് മാന്യമായിട്ട് ജീവിക്കുന്നു. എന്നിട്ട് അതിൻ്റെ 6-ാം വാക്യം, അവൻ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം ചെയ്യും. അതുകൊണ്ട് ഞാൻ ചെയ്തതിന് നിങ്ങൾക്ക് കിട്ടത്തില്ല, നിങ്ങൾ ചെയ്തതിന് എനിക്കും കിട്ടത്തില്ല. നല്ല പ്രവൃത്തി വേണ്ടുന്ന സ്ഥിരത കൊണ്ട് തേജസ്സും മാനവും അക്ഷരയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവൻ. ഒന്ന് ശ്രദ്ധിക്കണേ, ഞാനീ പറയുന്ന വാക്കുകൾ കേൾക്കുന്നുണ്ടോ? ഇത് നിത്യജീവൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത കൊണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവൻ. ഇതാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്. അടുത്തത്, ശാഠ്യം പൂണ്ട് സത്യമനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർ കോപവും ക്രോധവും. അതെവിടാ? ശാഠ്യം പൂണ്ട് ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. ഇത് ഞാൻ പറയുന്നൊന്നുമല്ല. എവിടെ ഈ ദൈവക്രോധവും കൊടുക്കുന്നത്? നിത്യ നരകത്തിലാണ്. നമ്മുടെ പ്രതിഫലം ഇവിടെയല്ല,
ഇവിടെ നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും വാക്കുകൾക്കും കണക്ക് ബോധിപ്പിക്കണം. ഞാനാണ് ആദ്യം കണക്ക് ബോധിപ്പിക്കേണ്ടത്, അതിനുശേഷം നിങ്ങൾ ബോധിപ്പിക്കേണ്ടി വരും. നിന്റെ ഉദ്ദേശം എന്താണ്, നിങ്ങളുടെ ഉദ്ദേശം എന്താണ് നന്നായിട്ട് ദൈവം അറിയുന്നു. അതുകൊണ്ട് ശാഠ്യത്തിൽ കൂടെയാണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ദൈവകോപം അതിൻ്റെ നരക്കുന്ന വില കൊടുക്കേണ്ടി, ശാഠ്യം കൊണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും നിത്യം നരകാഗ്നി കൊടുക്കും. തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യ ആത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും പിന്നെ യവനനും വരും. നന്മ പ്രവർത്തിക്കുന്ന യവനും മഹത്വവും മാനവും സമാധാനവും ആദ്യം യഹൂദനും പിന്നെ യവനും ലഭിക്കും. ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷം ഇല്ല. ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷം ഇല്ലല്ലോ. ഇപ്പം നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? നന്മ പ്രവർത്തിച്ചാൽ എന്ത് കിട്ടും? നിത്യം ഇവിടെ ഉണ്ടോ? സ്വർഗരാജ്യം കിട്ടും. ശാഠ്യം കൊണ്ട് തിന്മ പ്രവർത്തിക്കുന്നെങ്കിൽ, അനുസരണക്കേടാണ് കാണിക്കുന്നെങ്കിൽ എന്ത് കിട്ടും? കോപവും, ദൈവസ്ഥലിൽ കോപവും ക്രോധവും ഉണ്ടാവും. പിന്നെ നമ്മളങ്ങ് നന്മ പ്രവർത്തിക്കാൻ പോരെ? അങ്ങനെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അവിടെ പിന്നെ അതാണ് നമ്മൾ ഇവിടെയാണ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനിടയുള്ള കാര്യങ്ങൾ, വരുന്ന കാര്യങ്ങൾ ഇതാണ്. എന്നിട്ട് ഞാനത് വായിച്ച് നിങ്ങളെ കേൾപ്പിക്കാം, എന്നിട്ട് അങ്ങ് നിർത്താം. ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തതൊക്കെയും ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തതൊക്കെയും ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നിധിയിൽ നീതിമാന്മാർ, ന്യായപ്രമാണം ആചരിക്കുന്നവരത്രേ നീതീകരിക്കപ്പെടുന്നത്. ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്തവർ തങ്ങൾക്ക് തന്നെ ന്യായപ്രമാണമാകുന്നു. അവരുടെ മനസ്സാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞും അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിപാദിക്കുകയോ ചെയ്തും കൊണ്ട് അവർ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. ദൈവം യേശുക്രിസ്തു മുഖാന്തരം രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ ഈ സുവിശേഷത്തിൻ്റെ പ്രത്യേകത. ഹല്ലേലൂയ. യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങൾ. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം ചെയ്യും. അപ്പച്ചൻകുട്ടി പാസ്റ്ററുടെ രഹസ്യം എന്താണെന്ന് ദിവസം കാണുന്നത്, ആരും കാണാത്തത്, ആരും അറിയാത്ത നിന്റെ രഹസ്യങ്ങളെ ദൈവം ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. നിന്റെ രഹസ്യമായ, ആരും കേൾക്കാത്ത, ആരും പറയാത്ത, മനസ്സിലാക്കാത്ത എൻ്റെ കാഴ്ചകളും എൻ്റെ നോട്ടങ്ങളും എൻ്റെ ചിന്തകളും എൻ്റെ വാക്കുകളും ഒരു ദിവസം ന്യായം വിധിക്കും. ഒറ്റ വാക്ക്, ഒന്ന് കരഞ്ഞാൽ മതി. നീയോ യഹൂദൻ എന്ന പേര് കൊണ്ട്, ഞാൻ അവിടെ നിന്ന് നിർത്തിയിട്ട് 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം വെച്ചപ്പോൾ, 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നു എന്ന് നാം മുമ്പേ തെളിയിച്ചുവല്ലോ. നീതിമാനാരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ. അത് നിങ്ങൾ പിന്നെ വീട്ടിൽ പോന്ന് വായിക്കാൻ സമയം കാണുന്നു പഠി. ഇവിടെ നമ്മൾ വായിച്ചത്, ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിൻ്റെ കീഴാകുന്നു മുമ്പേ തെളിയിച്ചോണ്ട് വരിക കേട്ടോ, തെളിയിച്ചോണ്ട് വരിക. പെന്തക്കോസുകാരല്ലാത്തവരും യഹൂദനും യഹൂദനല്ലാത്തവനും സ്നാനപ്പെട്ടവനും അന്യഭാഷ പറയുന്നവനും കർത്തൃമേശം പങ്കെടുക്കുന്നവനും എല്ലാം പാപികളാണെന്ന് ഇവിടെ തെളിയിച്ചു കൊണ്ടുവരിക. അപ്പം നമ്മൾ പറയുക നമ്മൾ പാപികളല്ലത്. ഹല്ലേലൂയ. എന്നിട്ട് അവർ നീതിമാൻ ആരുമില്ല. അതിനകത്തുമല്ല നിങ്ങൾ വിടൂ, നീതിമാൻ ആരുമില്ല. അപ്പം ഞാൻ നീതിമാൻ അല്ലേ? ഞാൻ നീതിമാൻ. പൗലോസ് പറയുക നീതിമാൻ ആരുമില്ല. പൗലോസ് ഉൾപ്പെടെ എനിക്ക് പിന്നെ കിട്ടിയിരുന്ന നീതി എനിക്ക് ലഭിച്ച നീതീകരണമാണ്. അർഹതയില്ലാത്ത എനിക്ക് ദൈവം എന്നെ നീതീകരിക്കുക, കുറ്റമില്ലാത്തതുകൊണ്ടല്ല. പിതാവായ ദൈവം പുത്രൻ്റെ മേൽ എൻ്റെ അനീതി ചുമത്തിയിട്ട് എന്നെ നീതീകരിച്ച് ഇവൻ്റെ മേൽ ഇനി ഒന്നും കണക്കെടുത്തില്ല. ഇവൻ ദൈവത്തിൻ്റെ മകനായിട്ട് ഞാൻ പ്രഖ്യാപിച്ചു. പ്രഖ്യാപനമാണത്, പ്രഖ്യാപിക്കപ്പെട്ട ദൈവനീതിയാണത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു സത്യസുവിശേഷമൊക്കെ ഒന്ന് കേട്ടിരുന്നെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾക്കിത് മുൻവിധിയും നിങ്ങൾക്കിത് ഹൃദയകാഠിന്യവുമാണ്. എന്നിട്ട് പറയുക, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല.
എനിക്കിവിടെ ഒന്ന് വിവരിച്ചൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടെ ദൈവത്തെ അന്വേഷിച്ച് നടക്കുന്ന ആഗ്രഹമുണ്ടോ? ചിലരൊക്കെ പറയുന്ന ഞാൻ ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തിയെന്നൊക്കെ വിശുദ്ധ ബൈബിളിനോട് എതിർത്തെന്നാണ് ചിന്തിക്കുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല. ഹല്ലേലൂയ. നമ്മൾ അന്വേഷിക്കുന്നത് നമ്മളെ പോലത്തെ ദൈവത്തെയാ. എൻ്റെ ഇഷ്ടങ്ങളെല്ലാം നടത്തി തരുന്ന ദൈവത്തെ, എൻ്റെ കഷ്ടങ്ങളൊക്കെ നീക്കി തരുന്ന ദൈവത്തെ. ദൈവത്തെ അന്വേഷിക്കുന്നവൻ ആരുമില്ല. പിന്നെ അങ്ങോട്ട് പറഞ്ഞു വരുന്നത് എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടമാക്കി. ഇത് പറഞ്ഞു വന്നിട്ട് അതിൻ്റെ എൻ്റെ 20-ാം വാക്യം 20-21 വായിച്ചു. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ ഈ പ്രവൃത്തി കൊണ്ട് നിനക്ക് രക്ഷ കിട്ടത്തില്ല. പിന്നെ ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്ര വരുന്നത്. പാപത്തിന്റെ പരിജ്ഞാനം ഉണ്ടാക്കാന്ന് മാത്രമേ ഉള്ളത്. അത് ശ്രദ്ധിക്കത്തില്ലല്ലോ. അത് ശ്രദ്ധിക്കത്തില്ല. പറഞ്ഞ കുത്താണെന്ന് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ? പാപത്തിന്റെ പരിജ്ഞാനം ഉണ്ടാക്കുന്ന ജോലിയാണ് ഈ ബൈബിൾ തരുന്നത്. പ്രസംഗം പാപത്തിന്റെ പരിജ്ഞാനം ഉണ്ടാക്കത്തേ ഉള്ളൂ, അതുണ്ടാകുന്നില്ല. പിന്നെ 21-ാം വാക്യം, ഇപ്പോഴോ ഇത്ര പറഞ്ഞിട്ട് പറയുക, ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ഞാൻ ഇത്രയൊക്കെ ഒന്ന് പറഞ്ഞു തരാതെ എങ്ങനെ ഇത് പറയാൻ പറ്റും? ഇത് എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി പ്രവൃത്തിയില്ലാതെ യേശുക്രിസ്തുവിനെ വിശ്വാസത്താൽ ഒരു നന്മയുമില്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണവും അടക്ക ഉയർത്തെഴുന്നേൽപ്പും വിശ്വസിച്ച ഒറ്റ കാരണത്താൽ ദൈവം നീതീകരിക്കുകയാണ് എന്നെ. മോനെ എൻ്റെ അതിന്റെ 27-ാമത്തെ വാക്യം പറഞ്ഞു. എല്ലാരും ഒന്ന് പറഞ്ഞേ. ആകയാൽ പ്രശംസ. മതി മതി മതി. ആകയാൽ പ്രശംസ. എന്തെങ്കിലും പ്രശംസയുണ്ടോ? പ്രശംസിക്കുന്നില്ല. ഇകഴ്ത്തുക, മറ്റുള്ളവരെ ഇകഴ്ത്തുക, മറ്റുള്ള ഹൃദയം കൊണ്ട് വേദനിപ്പിക്കുക. ആകയാൽ പ്രശംസ എവിടെ? എന്തെങ്കിലും പ്രശംസിക്കാൻ ഇവിടെയുണ്ടോ ആർക്കെങ്കിലും? ഞാൻ ആദ്യം പുറകോട്ട് പോകുന്നു, ഒരു പ്രശംസയില്ല. മോളെ വായിച്ചേ. ആകയാൽ പ്രശംസ എവിടെ? അത് പോയി പോയി. ഈ വചനം കേൾപ്പിക്കത്തില്ല കേട്ടാ, ഇത് കേൾപ്പിക്കത്തില്ല. സാത്താൻ പറഞ്ഞില്ലേ വിശ്വാസം വരുത്തും, അല്ലെ? പോയി. പിന്നെ ഏത് മാർഗത്താൽ? ഇവിടെ പുറകിരുന്ന് എന്നോട് ചെണ്ട് പറഞ്ഞു, പുറകിരുന്ന് ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ ഇതിനെതിരായിട്ട് പറയുന്നത് പറഞ്ഞു സംസാരിക്കുന്നത് കേട്ടവർ പറഞ്ഞു. എനിക്ക് ദുഃഖം തോന്നുന്നത് കേട്ടപ്പോൾ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അത് പോയി. ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ അല്ല, വിശ്വാസമാർഗത്താൽ. അത്രേ. ഇത് മാത്രം ഒന്ന് കേട്ട് പോയാൽ മതി. വിശ്വാസമാണ് നീതീകരണത്തിന് ആധാരം, പ്രവൃത്തി അല്ല. അല്ല അല്ല ഒരു പ്രവൃത്തിയുമല്ല ദൈവം നോക്കുന്നത്, വിശ്വാസം മാത്രമാണ്. പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ കാൽവരി ക്രൂശിൽ നിന്നും അകന്നുപോയി. അവൻ ദൈവകൃപയെ വൃഥാവാക്കി കളഞ്ഞു. ഇവന് പ്രവൃത്തിയാണ് വലുത്. ഹല്ലേലൂയ. വിശ്വാസം അതേതു മാർഗത്താൽ? പ്രശംസ എവിടെ? ഹല്ലേലൂയ. ആ വാക്യം മോളെ ഒന്നുകൂടെ വായിച്ചേ. ആകയാൽ പ്രശംസ എവിടെ? അത് പോയി. ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ അല്ല, വിശ്വാസമാർഗത്താലത്രേ. മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. ഓ ഹല്ലേലൂയ. എനിക്കിതൊക്കെ വിവരിച്ച് പറയാൻ ആഗ്രഹമുണ്ട്. നമുക്ക് സമയമുണ്ടല്ലോ. റോമാലേഖനം നമുക്ക് നന്നായിട്ട് കുറച്ച് പഠിക്കാം. ദൈവത്തിന് സ്വന്തം. വിശ്വാസമല്ലാതെ പുറമേ ഉള്ള ഒറ്റ പ്രവൃത്തിയുമല്ല സ്വർഗത്തെ ദൈവം നോക്കുന്നത്. ഹല്ലേലൂയ.
യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം. അതാണ് അതിൻ്റെ 23 മുതൽ പിന്നെ നിങ്ങളൊന്ന് വായിച്ചാൽ മതി. അതിൻ്റെ അല്ല ദൈവം യഹൂദന്മാരുടെ ദൈവം മാത്രമോ ജാതികളുടെ ദൈവമല്ലയോ? അതേ, ജാതികളുടെ ദൈവം ആകുന്നു. ദൈവം ഏകനല്ലോ. അവൻ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെയും നീതീകരിക്കുന്നു. ആകയാൽ നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നുവോ? ഒരു നാളുമല്ല, നാം ന്യായപ്രമാണത്തെ ഉറപ്പിക്കത്ത ചെയ്യുന്നു. പിന്നെ 4-ാമത്തെ നാളെ അടുത്ത ആഴ്ച വായിച്ചിട്ടു. വിശ്വാസമാർഗം പ്രവൃത്തി വേണ്ടെന്ന് പറയുന്നതല്ല. വിശ്വാസത്തിന്റെ മാർഗം, ഒരാൾ വിശ്വാസത്തിലേക്ക് വന്നാൽ പിന്നെ അവന്റെ ചിന്ത മുഴുവനും എനിക്കെൻ്റെ കർത്താവിൻ്റെ ശിഷ്യനാകണമെന്നുള്ളതാണ്. എനിക്കെൻ്റെ കർത്താവിൻ്റെ ശിഷ്യനാകണമെന്നുള്ള ചിന്തയാണ്. കേവലം ശത്രുക്കളെ സ്നേഹിക്കാൻ, ശത്രുക്കളെ തരണേ എന്ന് പ്രാർത്ഥിക്കും. ഞാൻ ചോദിച്ച് മേടിച്ചോണ്ടിരിക്കും. ഇപ്പോൾ കർത്താവ് വെളിപ്പെട്ട് വരട്ടെ, ശത്രുത്വം വെളിപ്പെട്ട് വരട്ടെ, എനിക്കവരെ സ്നേഹിക്കണം, എനിക്കവരെ കരുതണം. പക്ഷേ ഇവിടെ നിൽക്കുമ്പം വാളും കൊണ്ടാൻ പറ്റില്ല. അത് കാര്യമല്ല. നിന്റെ വീട്ടിൽ വന്നതിൻ്റെ കാര്യം കഴിയും, ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിന്റെ കാര്യം കഴിയും. പക്ഷേ ഇവിടെ വാളാണ്, വാള്. അത് സന്തോഷത്തോടെ സ്വീകരിക്കണം. എന്തിനാണെന്നോ? അകത്തിരിക്കുന്ന ചലവും പഴുപ്പും ഒക്കെ മുറിച്ച് അവിടുന്ന് പോകണം. പക്ഷേ നീ കേൾക്കത്തില്ലല്ലോ, കേൾക്കാൻ നിനക്ക് അവസരമില്ല. വിശ്വാസം എന്താണെന്ന് നിനക്കറിയത്തില്ല. നീ ഇവിടെ മറുതലിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്തു പറ്റുന്നു? ഹൃദയം കഠിനപ്പെട്ട്, കഠിനമായ നിലം. അവിടെ നിലത്തിൽ വിത്ത് വിതച്ച വല്ലതും കയറുമോ? ഈ കഠിനമാക്കപ്പെട്ട കരിങ്കല്ല് പോലത്തെ ഹൃദയം, അതിനകത്തോട്ട് ഈ നല്ല വിത്ത് വീണാൽ ഒരു ഫലവും കൊടുക്കത്തില്ല. അത് ആദ്യം വെള്ളം കയറും, പിന്നെ കട്ട ഉടയ്ക്കണം, പിന്നെ അത് നിരത്തണം, പിന്നെ അത് വെള്ളം കയറ്റി കുതിർത്ത് നിലം വിതയ്ക്കാൻ പാകമാക്കി ഇട്ടിട്ട് വേണം വിതയ്ക്കാൻ. അങ്ങനെ വേണം ഞായറാഴ്ച വരാൻ. ഹൃദയത്തെ കഠിനമാക്കിക്കൊണ്ട് വന്നാൽ നീ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് അനുഗ്രഹമല്ല. നമ്മൾ ഓരോരുത്തരും ഒരു ശിശുവിനെ പോലത്തെ ഹൃദയത്തോടെ ദൈവസ്ഥലത്തിലേക്ക് വരണം. കർമ്മമാർഗം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് ചിന്തിച്ചാൽ തെറ്റിപ്പോയി. അതുകൊണ്ട് പ്രവൃത്തി വേണ്ടെന്നാണോ? എഫേസ്യർ 2:10 കൂടെ വായിച്ചിട്ട് ഞാൻ എൻ്റെ മക്കളിൽ നിന്നു. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. നമ്മളെ സൃഷ്ടിച്ചതേ, വീണ്ടെടുത്തതേ സൽപ്രവർത്തികൾക്കായിട്ടാണ്. ഇപ്പൊ ചെയ്യുന്ന ദുഷ്പ്രവൃത്തിയാണ്. എന്താ കാണാൻ? രക്ഷിക്കപ്പെട്ടിട്ടില്ല. കുഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല, നിനക്ക് വിശ്വാസം വന്നിട്ടില്ല. ഇന്നൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. കർത്താവേ, എൻ്റെ ഹൃദയത്തിനകത്ത് വിശ്വാസം തരണമേ. എൻ്റെ ഹൃദയത്തിനകത്ത് യേശുക്രിസ്തുവിനുള്ള വിശ്വാസം തരണമേ. എൻ്റെ സ്വയം നീതി മാറ്റിത്തരണമേ. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഹൃദയത്തിനകത്ത് വിശ്വാസം വന്നാൽ തെളിയിക്കപ്പെടും. വിശ്വാസത്തിൻ്റെ എളിമ വരും. എളിമ. വിശ്വാസം വരുമ്പോൾ പ്രശംസയില്ല. അതിൻ്റെ അർത്ഥം എന്താ? എളിമ. ഞാൻ എല്ലാവരെക്കാളും കുറഞ്ഞവനാണെന്നുള്ള ഒരു എളിമ. ഒരാളുടെ കുറ്റം പോലും കാണാനോ പറയാനോ എനിക്ക് കഴിയാത്ത എളിമ എനിക്കുണ്ടാകും. അങ്ങനെ വരുമ്പോൾ സൽപ്രവൃത്തികൾ നമ്മളിലൂടെ പരിശുദ്ധാത്മ നമുക്ക് പ്രശംസിക്കാനില്ല. അതാണ് ഞാൻ പറഞ്ഞല്ലോ, റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ. അങ്ങനെ അത് വിശ്വാസത്താൽ സുവിശേഷം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായി എനിക്ക് വിശ്വാസത്താൽ കിട്ടുന്നു. പിന്നെങ്ങനെ? എൻ്റെ അകത്തു വന്ന നീതി വിശ്വാസത്തിനായി കൊണ്ടും വെളിപ്പെടുന്നു. എന്തിനാ വിശ്വാസം? എൻ്റെ അകത്ത്. നേരത്തെ നമ്മൾ വായിച്ചു റോമാലേഖനം 16-ാം വാക്യം. യേശു ക്രിസ്തു അകത്തു വന്ന് പരിശുദ്ധാത്മാവിനെ തന്നത് പാപത്തിന്റെ ബോധ്യം തരാനാ. എന്താണ് പാപം? അതിൻ്റെ 9-ാമത്തെ വാക്യം പിന്നീട് നിങ്ങൾ വായിച്ചു, ഇപ്പോൾ വായിക്കണ്ട. അതിൻ്റെ 9 പറയുന്നു, എന്നിൽ അവർ വിശ്വസിക്കുന്നില്ല. എൻ്റെ കർത്തൃത്വത്തെ അവർ വിശ്വസിക്കുന്നില്ല. അവർ എവിടെയോ ഇരിക്കുന്ന ദൈവത്തെയാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് പാപത്തെക്കുറിച്ചു കർത്താവ് നമ്മുടെ സഹായിക്കണം. പ്രശംസിക്കരുത്. വിശ്വാസത്താലാണ് കിട്ടിയത്. പ്രവൃത്തിയും നമ്മൾ ജീവിക്കാൻ പോകുന്ന വിശ്വാസത്താൽ, നമ്മുടെ പ്രവൃത്തിയാലല്ല, വിശ്വാസത്താൽ ഉണ്ടാകുന്ന പ്രവൃത്തി. ദൈവം നമ്മളെ അതിനായിട്ട് ധാരാളമായി സഹായിക്കണം. പ്രൈസ് ദി ലോർഡ്.